കുറി വാക്യമായിട്ട് ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ബൈബിൾ കയ്യിലെടുക്കണം, ഈ ഭാഗം ഒന്ന് നോക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ ഏകദേശം 13ഓളം ലേഖനങ്ങൾ. ഇതിലൊരു ലേഖനവും സുഖ സൗകര്യ വിവരങ്ങൾ അറിയാൻ വേണ്ടി എഴുതിയിട്ടില്ല. എല്ലാ ലേഖനങ്ങളും തന്നെ താൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദർശനത്തിന് ഒത്തവണ്ണം ദൈവസഭകൾ രൂപപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്തലായി നേർവഴിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടി എഴുതുന്ന ലേഖനങ്ങളാണ് മുഴുവൻ ലേഖനങ്ങളും. സുവിശേഷങ്ങളിൽ നമ്മൾ യേശു കർത്താവിൻ്റെ ജനനവും ഉപദേശവും ജീവിതവും മരണ അടക്ക പുനരുത്ഥാനമൊക്കെ 4 സുവിശേഷങ്ങളിൽ മനസ്സിലാക്കി, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭയുടെ ചരിത്രം മനസ്സിലാക്കി, ലേഖനത്തിലേക്ക് വരുമ്പോൾ കർണരസകരമായത് ഒന്നും തന്നെ അവിടെ കാണാൻ സാധിക്കുകയില്ല. അവിടെ അത്ഭുതത്തിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. ലേഖനത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നും ഏത് ചിന്താധാര തനിക്കുണ്ടാകണമെന്നും മനോഭാവങ്ങളെക്കുറിച്ചും ഫോർമേഷൻ രൂപപ്പെടലിനെ കുറിച്ചുമൊക്കെയാണ് ലേഖനങ്ങളിൽ ഘനമായി പൗലോസ് പറയുന്നത്. ഇത് പൊതുവെ നമ്മളുടെ വൈകാരിക ഇളക്കം കൊണ്ടുവരാത്തത് കൊണ്ടാണ് പലപ്പോഴും ലേഖനങ്ങളിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ പൊതുവെ കുറവാണ്. സുവിശേഷങ്ങളിൽ നിന്ന് അത്ഭുതത്തിന്റെ ഒരു ഉദ്ധരണി എടുത്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പഴയ നിയമ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ധാരാളം കേൾക്കാം. കാരണം കേൾക്കുമ്പോൾ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന് ജഡമനസ്സിനൊക്കെ ഒരു വലിയ ചൈതന്യമായിട്ടൊക്കെ തോന്നും പല അനുഭവങ്ങളിലും. ലേഖനത്തിലെ ചിന്തകൾ പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും തന്നെ നമ്മളൊരു കണ്ണാടിയിൽ കാണുന്നത് പോലെ കുറവശങ്ങളെ കണ്ടുണർത്തുന്നതായതുകൊണ്ട് ഇന്നത്തെ ദിവസം പകലിലും ദൈവത്തിന്റെ ശബ്ദമായി ദൈവദാസനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് ഒരു ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ ആരെയും സന്തോഷിപ്പിക്കുവാൻ ഒരു കാര്യം പോലും പറയുവാൻ ഞാൻ ഒരുക്കമല്ല. ദൈവത്തിന് ആരെയെങ്കിലും സന്തോഷിപ്പിക്കണമെങ്കിൽ ദൈവം സന്തോഷിപ്പിക്കട്ടെ. ദൈവവചനത്തിൽ നിന്നും ഒരു എൻകറേജ്മെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ. പക്ഷേ നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയോ നിങ്ങൾ ഈ പ്രസംഗത്തിന്റെ അവസാനം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കേൾക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ കേൾപ്പാനായി ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. പ്രഭാഷണം കഴിയുമ്പോൾ പ്രസംഗകനല്ല ഉയർത്തപ്പെടേണ്ടത്. സന്ദേശത്തിന്റെ ആ രൂപപ്പെടുത്തൽ, കല, പ്രാസം ഇതൊന്നുമല്ല ആളുകൾ പറഞ്ഞ് അതിനകത്തല്ല രസം വേണ്ടിയത്. പ്രസംഗത്തിന്റെ അവസാനം എന്നെ കീറി മുറിക്കുന്ന ആത്മീക സന്ദേശം ഞാൻ ഇന്ന് കേട്ടു, ഒരു കണ്ണുനീരോടെ ഇതിനകത്തുനിന്ന് പോകാൻ ഒത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് താൻ സ്ഥാപിച്ച ഗലാത്യ സഭകൾക്ക് എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. ഒരു സഭയല്ല, സഭകൾ. ഗലാത്യ എന്ന് പറഞ്ഞ ആ ഒരു റീജിയണിൽ അനേക സ്ഥലങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന, പ്രവർത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ 1ാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച് കാണുവാൻ സാധിക്കും. താൻ യാത്ര ചെയ്ത പിസിദിയയിലെ അന്ത്യോക്യയും ലുസ്ത്രയും ദർബയും ഐക്കോണിയവും മുതലായ അനേക സ്ഥലങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന ഒരു പേരാണ് ഗലാത്യ. ആ ഗലാത്യയിലെ സഭകൾക്ക് താൻ എഴുതുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ഭുതകരമായ രീതിയിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഈ സഭകളിലെല്ലാം ആൾക്കാരും വന്നിട്ടുണ്ട്. ആളുകാരൊന്നും കുറഞ്ഞിട്ടില്ല, കസാര കുറഞ്ഞോ ഒന്നുമില്ല, എല്ലായിടവും ആളുകളുണ്ട്. അപ്പോസ്തലനായ പൗലോസിൽ നിന്നുമാണ് ഇവർ സദ്വർത്തമാനം കേട്ട്
സുവിശേഷത്തിന്റെ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കി ദൈവഭാഗത്ത് വന്നത്. അപ്പൊ കേട്ടതിന്റെ പ്രശ്നമല്ല, പൗലോസാണ് സുവിശേഷം പറഞ്ഞത്. അവിടെ വ്യാപരിച്ച ദൈവശക്തിയിൽ ഒരൽപ്പം പോലും കുറവില്ലായിരുന്നു. കാരണം ലുസ്ത്രയിൽ വെച്ച് പിറവിയിലെ മുടന്തനായ മനുഷ്യനെ ചാടി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി ആ ദേശത്തിൽ വ്യാപരിച്ചു. പൗലോസ് പലയിടങ്ങളിലും പറഞ്ഞില്ലേ, എന്റെ വാക്കുകൾ കേവലം ജ്ഞാനത്തിന്റെ വാക്കുകളായി മാത്രമല്ല, അത് ദൈവശക്തിയായിട്ടാണ് നിങ്ങളുടെ നടുവിൽ വന്നതെന്ന്. അല്ല, ഈ പന്തലിനകത്തിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും സാക്ഷ്യമല്ലേ ഇത്? വചനം കേട്ടു, എന്നാൽ ആ വചനത്തെ ഉറപ്പിക്കുന്ന, കണ്ണിൽ കാണുന്ന ദൃശ്യമായ അത്ഭുതങ്ങൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തയാളല്ലേ? ഒരു മതത്തിൽ ആകർഷിതമായിട്ടല്ലല്ലോ ആരും ഇവിടെ വന്നിരിക്കുന്നത്. ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, അടയാളങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത് അത് തിരുവചനത്തിന് വഴിവെട്ടുന്നതും തിരുവചനത്തെ ഉറപ്പിക്കുന്നതുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അത്ഭുതങ്ങളുടെ ഉദ്ദേശമായി പറയുന്നത്. മനസ്സുകളെ യേശു കർത്താവിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ അത് വ്യക്തമായി കാണാം. അടയാളങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, അത്ഭുതങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, പ്രസംഗിക്കപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യന്റേതല്ല, ഈ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന്റെ തിരുവായി മൊഴിഞ്ഞുള്ള സന്ദേശമാ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് പലപ്പോഴും അത്ഭുതങ്ങളിലൂടെ വഴി ഹൃദയങ്ങളിലേക്ക് വെട്ടുന്നത്. കേട്ട വചനം മാനുഷികമല്ല എന്നുറപ്പിക്കുവാൻ വേണ്ടിയാണ് വചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ദൈവം വചനത്തെ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രഭാതത്തിലും പ്രതീക്ഷിക്കണം, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്തത് ചെയ്യുവാനായി ഇവിടെ ഒരു മനുഷ്യനെ കാണാനല്ല നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, ദൈവപുത്രൻ യേശു കർത്താവിനെ രുചിക്കാൻ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തിരുസാന്നിധ്യം. അപ്പോൾ ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുമ്പോ അത്ഭുതം കണ്ടവരാണവർ, ദൈവവചനം കേട്ടവരാണവർ, ആത്മാവിൽ അവർ നിറഞ്ഞിട്ടുണ്ടോ എന്ന 3-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ബൈബിളുള്ള എല്ലാവരും തുറന്ന് നോക്കണമേ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, വായിച്ചോ, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചോ. ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്ര എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തോ നൽകി ദൈവം? ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, സഭയെ കുറ്റം പറയാൻ ഒന്നുമില്ല. ഗലാത്യ സഭകൾ തുടങ്ങിയത് ആരാ? അവിടെ എഴുതി വെക്കാനൊക്കും. ഫൗണ്ടിങ് പാസ്റ്റർ ആരാ? അപ്പോസ്റ്റൽ പോൾ, പൗലോസ്. എന്തിനാ നിങ്ങൾ ദൈവഭാഗത്ത് വന്നത്? സുവിശേഷം കേട്ടത് കൊണ്ട്, നിത്യജീവൻ പ്രാപിക്കുവാനായി. പ്രത്യാശയില്ലാത്ത ഞങ്ങൾ പ്രത്യാശ തരുന്ന യേശുവിന്റെ അടുക്ക വന്നു. എന്നിട്ട് അവരോട് നമ്മൾ ചോദിക്കുക, എന്നിട്ട് വല്ല അനുഭവിച്ചോ? കേട്ടതേ ഉള്ളോ അനുഭവിക്കാൻ? പിന്നെ ഞങ്ങൾ അനുഭവിച്ചു. വലിയ അടയാളങ്ങൾ, വലിയ വീര്യപ്രവർത്തികൾ ഞങ്ങളുടെ കൺമുമ്പിൽ നടന്നു. 5-ാമത്തെ വാക്യത്തിൽ ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ. 5-7, നിങ്ങൾ നന്നായി. അടുത്ത വാക്കെന്താ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ക്രിസ്തീയ ജീവിതത്തെ വിളിക്കുന്ന അതിനെ ദൃശ്യമായി ആലങ്കാരിക ഭാഷയിൽ ഒരു അനാലജിയായി പറയുന്ന ഒരു കാര്യം ഒരു ഓട്ടക്കാരനെ പോലെയാണ്. പൗലോസിനാൽ സ്ഥാപിതമായ ഗലാത്യ സഭകളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നല്ല ഓട്ടമായിരുന്നു. പക്ഷെങ്കിൽ 4:11 നമ്മുടെ കുറിവാക്യം പറയുന്നത് ഇങ്ങനെയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്
വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ത് സംഭവിച്ചു ഈ സഭകളിൽ? വിശ്വാസത്തിൽ വന്നിട്ടും അത്ഭുതം നടന്നിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും നല്ലതായി ഓടിയിട്ടും പൗലോസിനൊരു ഭയം, ഇതെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ ഭയക്കുന്നു. ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ ദൈവസഭകളോട്, ഇവിടെ വന്നിരിക്കുന്ന ദൈവസഭകളോട് ദൈവത്തിന് ഒരു ആത്മീക സന്ദേശം ഇതിനകത്തൂടെ വിളിച്ചു പറയാനുണ്ട് കേട്ടോ. നമ്മളെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും കർത്താവിൻ്റെ ദാസൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ജോലിയുടെ കാര്യമാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യമാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നത് രോഗാവസ്ഥയും വിസയുടെ കാര്യവും പാസ്പോർട്ടിന്റെ കാര്യവുമായിരിക്കെ ആത്മീക ദർശനമുള്ള സഭാസ്ഥാപകൻ പറയുന്നു, എന്നെ ഭയപ്പെടുത്തുന്നത് ഗലാത്യ സഭയിൽ 5 സെന്റ് ഭൂമി കിട്ടുമോ എന്നുള്ളതല്ല, അവിടെ ഹോളുകൾ കെട്ടാൻ ഒക്കുമോ എന്നുള്ളതല്ല എന്നെ ഭയപ്പെടുത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപ്പല്ല എന്നെ ഭയപ്പെടുത്തുന്നത്. എന്നെ ഭയപ്പെടുത്തുന്നത് എൻ്റെ അധ്വാനം, ആത്മീക നിലവാരം നഷ്ടപ്പെടുത്തുന്ന ജഡീക ചിന്തകൾ ഇവരിൽ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം വാസ്തവമായി ചിന്തിക്കണമേ. 2025 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷം നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടക്കത്തിലേ പ്രാർത്ഥിച്ചു കാണുമല്ലോ. ഡിസംബർ 31 സാധാരണ നമ്മൾ സാക്ഷ്യം പറയത്തില്ലേ? ഈ വർഷം കർത്താവ് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, കാത്തു പരിപാലിച്ചു, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നടത്തി, പ്രതീക്ഷിക്കാത്ത ഉയർച്ച, മക്കളുടെ ഭാവി, നന്മകൾ ഇതെല്ലാം നൽകി. എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ സഭാരാധനയിൽ നമ്മളിൽ എത്ര പേരുടെ ഉള്ളിൽ വേദനയുണ്ട് ആത്മീക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ? ഭൗതിക കാര്യങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കാത്തവർക്കും ഭൗതിക നന്മകളുണ്ട്. വിമാനത്തെ കയറുന്നത് പെന്തിക്കോസുകാർ മാത്രമല്ല, വിമാനത്തെ കയറുന്നത് ഏത് മതത്തിലുള്ളവരും കയറും. വീട് വെക്കുന്നത് പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, കാശുണ്ടാക്കുന്ന എല്ലാവരും വീട് വെക്കും. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരാത്മീക ഉദ്ദേശത്തോടാ എന്ന് ഉച്ചത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ. ആത്മീക ഉദ്ദേശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ വീണ്ടെടുക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് ഇന്ന് എന്റെ മുമ്പിൽ വെള്ളയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനൊരാത്മീക ഉദ്ദേശമുണ്ട് ദൈവമക്കളെ. അല്ലാതെ ദൈവത്തിന്റെ ഉദ്ദേശം സ്നാനപ്പെട്ട് കയറിയവർക്ക് ഇനി രോഗം വരാത്തൊരു ശരീരവും, സ്നാനപ്പെട്ട് കയറിയവർക്ക് തിന്മയൊന്നും ഭവിക്കത്തില്ല, ബാധയൊന്നും തൊടത്തില്ല, അങ്ങോട്ട് ജീവിച്ചോ സന്തോഷമായി, അതല്ല ഈ വചനം വാഗ്ദത്തം ചെയ്യുന്നത്. ഭക്തന്മാർ പാടിയത് രോഗം വരത്തില്ല എന്നല്ല, ഭക്തന്മാർ പാടിയത് രോഗം എന്നെ പിടിച്ചൻ, എന്റെ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ എന്റെ ദേഹം പുതുതാക്കിടാൻ എന്നല്ലേ അവർ പാടിയത്. എന്നാൽ ഇന്ന് ആൾക്കാർ പാടുന്നുണ്ട്, കഷ്ടം വരികയില്ല, തിന്മ തൊടുകയില്ല. കേൾക്കാൻ സുഖമാണ്. പൗലോസിനെ വേദനിപ്പിച്ചത് തന്റെ ശരീരത്തിലെ രോഗാവസ്ഥ അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, പൗലോസിന് രോഗമോ? എന്തുവാ പാസ്റ്റർ ഇപ്പൊ ഈ പറഞ്ഞേ? 4-ാമത്തെ അധ്യായം ഒന്ന് തിരിച്ചേ, 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ തുറക്കുന്ന പരിഭാഷയിൽ എന്നൊന്ന് നോക്കിക്കേ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. വാക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്തുവാ ഇവിടെ പൗലോസ് പറയുന്നത്? ശരീരത്തിന്റെ ബലഹീനത നിമിത്തമാ ഞാൻ നിങ്ങളുടെ അടുക്കലോട്ട് വന്ന് സുവിശേഷം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചരിത്രം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ വാക്യത്തിലാണ്. പെർഗയിൽ ഇരുന്ന പൗലോസ് പിസിദ്യയിലെ അന്ത്യോക്യയിലോട്ട് 13-13 തിരിഞ്ഞ്, കേൾക്കണം,
പിസിദിയയിലെ അന്ത്യോക്യയിലോട്ടുള്ള പെർഗയിലെ യാത്രയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കാക്ക ചിറകടിച്ച് പറന്നു കയറുന്ന പോലെ കയറണം. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടികൾ ഉയരമുള്ള ഒരു വലിയ കുന്നിന്റെ മണ്ടയിലോട്ട്, സാധാരണഗതിയിൽ ചരിത്രകാരന്മാർ പറയുന്നത് പെർഗയിൽ നിന്ന് പിസിദിയയിലെ അന്ത്യോക്യയുടെ കുന്നു കയറാൻ ഒരു സാഹചര്യവും സാധ്യതയും ഇല്ല, ആരും കയറാറില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13:13 പറയുന്നു, പൗലോസിൽ ആ പെർഗയിൽ നിന്ന് തിരിഞ്ഞ് പിസിദിയയിലെ അന്ത്യോക്യയിലോട്ട് കയറുന്നു. എന്താ കാര്യം? ആ കാര്യമാണ് ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം. ആഹാ, എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ തണുപ്പ് കൂടുമ്പോഴേ കേരളത്തിലോട്ട് വരുന്നവരുണ്ട്, നോർത്തിൽ ചൂട് കൂടുമ്പം സൗത്തിലോട്ട് വരുന്നവരുണ്ട്, അമേരിക്ക മഞ്ഞു പൊഴിയുമ്പം ആ 3 മാസം നാട്ടിലോട്ട് വരുന്നവരുണ്ട്. കാലാവസ്ഥ നോക്കി ശരീര ബലഹീനതയ്ക്ക് മാറുന്നവർ കണ്ടിട്ടില്ലേ നമ്മളെല്ലാവരും? പൗലോസിന്റെ ശരീരത്തിൽ ബലഹീനത ഉണ്ടായിരുന്നുവെന്ന് ഞാനല്ല പറയുന്നത്. ഈ വലിയ അപ്പോസ്തലൻ, സഭകൾ സ്ഥാപിക്കുന്ന നേതാവ് പറയുക, എന്റെ ശരീരത്തിന്റെ ബലഹീനത എന്തായിരിക്കാം? ഗസ് ചെയ്യാനേ ഒക്കത്തുള്ളൂ, ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ 13-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് 14-ാമത്തെ വാക്യം 15 വരുമ്പോൾ ഒരു സൂചനയുണ്ട്. 15-ാം വാക്യത്തിൽ ശരീരത്തിന്റെ ബലഹീനത എന്തായിരിക്കുമെന്നൊരു സൂചന കാണാം. 15-ൽ നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ, എന്തോ പറയുന്നേ, വായിക്കാമോ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. യോ എന്തായി പറയുന്നേ? വിശ്വാസികളോട് പറയുക, നിങ്ങൾ എന്നെ കണ്ടപ്പോ എന്റെ ശരീര ബലഹീനത 14-ാം വാക്യത്തിൽ അത് നിങ്ങൾക്കൊരു പരീക്ഷയായി മാറി എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മള് സാധാ എന്തോ ഒരു മോടി പിടിപ്പിക്കാൻ നോക്കും. സുവിശേഷം പറയുന്നവരും സുവിശേഷ വേലയിൽ ഏർപ്പെട്ടവരും നമ്മുടെ വാഹനത്തിന്റെ കാര്യവും പലരും പറയുന്നത്, ഇതാ കൊച്ചുവണ്ടിയൊന്നും പോയാൽ വിലയില്ല, നല്ല വലിയ വണ്ടിയെ വരണം, നല്ലായി അണിഞ്ഞൊരുങ്ങിയാലേ ആൾക്കാർ ബഹുമാനിക്കത്തുള്ളൂ. നമുക്ക് പല പല ചിന്തകളുണ്ട്. പൗലോസിന്റെ ബലഹീനതയെക്കുറിച്ച് പൗലോസ് പറയുക 15-ാമത്തെ 14-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അപ്പോസ്തലൻ നടന്നു വരിക. ഗലാത്യ സഭയിലുള്ളവരാത്, ഇതാരാ ഈ വരുന്നേ? അതാ അപ്പോസ്തലൻ. യോ, പുള്ളിയുടെ കണ്ണ് കണ്ടോ? കണ്ണെന്തോ അങ്ങനെ ഇരിക്കുന്നേ, കണ്ണെല്ലാം കൂടെ പഴുത്ത് ചീഞ്ഞിരിക്കുന്ന പോലെ. ആൾക്കാർ പറയുക, അപ്പൊ പൗലോസ് പറയുക, എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷയുണ്ടായി. എന്തോ പരീക്ഷയാ? ഈ മനുഷ്യൻ പറയുന്ന സുവിശേഷം കേൾക്കണോ? കാരണം സുവിശേഷം പറഞ്ഞിട്ടും സ്വന്തം ശരീരത്തിൽ രോഗം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ കുറവ് കാണും. അതുകൊണ്ടല്ലേ പരീക്ഷ ഉണ്ടായെന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ദേശക്കാരും മനസ്സിലാക്കണം, പന്തലിനകത്തിരിക്കുന്നവരും മനസ്സിലാക്കണം. പ്രസംഗിക്കുന്ന ആളിന്റെ പേഴ്സണാലിറ്റി ചലിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കുന്ന ആളിന്റെ ഉയരവും നീളവും അനുസരിച്ചല്ല സുവിശേഷത്തിന്റെ സത്ത് മാറുന്നത്. പ്രസംഗിക്കുന്ന ആളിന്റെ ബലഹീനതയിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ സഭകളിലുള്ള എല്ലാവർക്കും ഒരു പരീക്ഷ ഉണ്ടായി. ഈ മനുഷ്യന്റെ സഭയിൽ പോയാൽ നമ്മുടെ കാര്യം എന്തോ ആകും? ചിലര് പറഞ്ഞു, എടാ നമുക്കെന്തോ ചെയ്യാനൊക്കും, നമ്മുടെ കണ്ണ് ചൂടുന്നെടുത്ത് കൊടുക്കാനൊക്കുവോ? പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് അത്രമാത്രം എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ആ ബലഹീനത നിമിത്തം, ഒരുപക്ഷെ കണ്ണിന്റെ ബലഹീനതയായിരിക്കാം, മലേറിയ പോലുള്ള അസുഖങ്ങളാണെന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട് ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ. ആ ശരീര ബുദ്ധിമുട്ടുകൊണ്ട് പെർഗയിൽ നിന്നും പിസിദിയയിലെ അന്ത്യോക്യയിലേക്ക് താൻ പോയി. നമ്മൾ ചോദിക്കുക, നല്ല വിഷമം ഉണ്ടല്ലോ പാസ്റ്റർ മുഖത്ത്, ശരീരത്തിന്റെ ബലഹീനതയാണോ? പൗലോസ് എന്താ പറയും തിരിച്ച്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. ശരീരത്തിലെ ബലഹീനതയല്ല തന്നെ വിഷമിപ്പിച്ചത്, ശരീരത്തിന്റെ അവസ്ഥയല്ല തന്നെ ഭയപ്പെടുത്തിയത്. അയ്യോ, ഞാൻ പോയപ്പം ബോട്ടിനകത്തോട്ട് വെള്ളം കയറി, ഇത് ഭയപ്പെടുത്തത്തില്ല. അയ്യോ, എന്റെ കയ്യിൽ അണലി കളച്ചു, ഇല്ല അത് കുടഞ്ഞെടുത്ത് കളഞ്ഞു. അയ്യോ, ലുസ്ത്രയിൽ വെച്ച് കല്ലേറ് കൊണ്ടു, ഇതൊന്നും പ്രശ്നമില്ല. കല്ലേറിന് വിഷമിപ്പിക്കാൻ കഴിഞ്ഞില്ല, അണലിക്ക് വിഷമിപ്പിക്കാൻ കഴിഞ്ഞില്ല,
ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് വിഷമിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 4:11 എന്റെ അധ്വാനം വെറുതെയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പന്തലിൽ വന്നിരിക്കുന്നവരെ 2025 ദൈവത്തിന് നിങ്ങൾക്ക് കൈമാറാനുണ്ട്. ദൈവത്തിന്റെ ഒരു ബേർഡൻ നമ്മളിലേക്ക് ദൈവത്തിന് തരാനുണ്ട്. മറ്റുള്ളവർ ചോദിക്കും, എന്താ മോഹം വിഷമിച്ചിരിക്കുന്നത്? മോഹം വിഷമിച്ചിരിക്കുന്നത് വീട് ചോരുന്നത് കൊണ്ടല്ല, മോഹം വിഷമിച്ചത് മോള് തോറ്റത് കൊണ്ടല്ല, മുഖം വിഷമിച്ചത് യേശുവിനെ പോലെ ആയി തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോ, ദൈവത്തിന് വേണ്ടി ഒരാളെ നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? പലപ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ഈ ലോകത്തിലെ കാര്യമാണ്. ഇതുപോലല്ലേ ഈ 4:11 പൗലോസിന്റെ ഗലാത്യ ലേഖനത്തെ പോലും വേറൊരു ലേഖനമില്ല. പൗലോസിന്റെ ഇമോഷൻസ്, വികാരങ്ങൾ വെളിയിലോട്ട് തള്ളി വരുന്ന വേറൊരു ലേഖനം കാണാനൊക്കത്തില്ല. 1:1 തന്നെ നിങ്ങൾ നോക്കി. ഗലാത്യ ലേഖനം 1:1 പൗലോസിന്റെ ആ മാനസിക അവസ്ഥ, ഇങ്ങനെ ഏതെങ്കിലും ലേഖനങ്ങൾ തുടങ്ങുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1:1 മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. എന്താ ഈ പറയുന്നേ? 1-ാമത്തെ വാക്യത്തിൽ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും. സാധാരണ ലേഖനം തുടങ്ങുന്നത് അപ്പോസ്തലനായ പൗലോസായ ഞാൻ തീത്തോസിനോടുകൂടെ സൊസ്തനോസിനോടുകൂടെ കൊരിന്തിലുള്ള ദൈവമക്കൾക്ക് എഴുതുന്നത്, ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക്, ഇങ്ങനെയൊക്കെയല്ലേ സാറിന് എഴുത്തു തുടങ്ങുന്നത്. ഒരു ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോസ്തലനായ ഞാൻ ഗലാത്യയിലുള്ള നിങ്ങൾക്ക് കൃപയായി എഴുതുന്നല്ല പറയുന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല എന്ന് പറഞ്ഞാൽ തള്ളി നിൽക്കുകയാണ്. ഇവിടെ വരെ അത് വന്നു. തൻ്റെ വികാരങ്ങൾ, എന്തിൻ്റെ വികാരം, എന്തിനോടുള്ള പ്രയാസമായി ഇതെന്നറിയാമോ? ദൈവഭാഗത്തേക്ക് വന്നവർ, വീണ്ടെടുക്കപ്പെട്ടവർ, ആത്മനിറവുള്ളവർ പ്രത്യാശയിൽ നിന്നും മാറുമ്പോ, ജഡീക അനുഭവങ്ങൾ അവരിലേക്ക് വെളിപ്പെടുമ്പോ അത് കണ്ടു നിൽക്കാൻ ഒക്കാത്ത ഒരു വിശുദ്ധമായ, ആ അനുരഞ്ജനമില്ലാത്ത സംഘർഷം നിറഞ്ഞൊരു മനസ്സ്. ഒരു പ്രസിദ്ധമായ ഇംഗ്ലീഷ് വരിയുണ്ട് കേട്ടോ. പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞതാ, സൈലൻസ് ഈസ് എ പവർഫുൾ എനിമി ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിന്റെ തിന്മ, സോഷ്യൽ ഇൻജസ്റ്റിസ്. ആ സമൂഹത്തിലെ തിന്മകളോടുള്ള ഏറ്റവും ശക്തമായ ഒരു ശത്രു എന്താണെന്നറിയാമോ? എൻ്റെ മൗനം. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു എനിക്ക് ചുറ്റിനും, എനിക്കിതെല്ലാം കൂടെ ശരിയാക്കാൻ ഒക്കുവോ? ആ മൗനം ഉണ്ടല്ലോ, സൈലൻസ് ഈസ് എ പവർഫുൾ എനിമി ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതുപോലെ ഗലാത്യ ലേഖനം 1:1 വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കാതിരിക്കുമ്പോ, കരയേണ്ടവർ കരയാതിരിക്കുമ്പോ, ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യാതിരിക്കുമ്പോ, സഭയുടെ ഉള്ളിലും ജഡീക സുഖങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം വളരുന്നൊരു സമയത്ത് പന്തലിൽ ഇരിക്കുന്നവർ പ്രത്യേകമായി കേൾക്കണമേ, അനുരഞ്ജനമില്ലാതെ ഏതേലും വഴി പോട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല, ആത്മീക അധികാരത്തോടെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുന്ന, ഉപദേശത്തിലേക്ക് മടങ്ങി വരുന്ന, ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്ന, സഭയിൽ ഇത് പാടില്ല എന്ന് വിളിച്ചു പറയുന്ന വിശുദ്ധന്മാരായ ഒരു കൂട്ടത്തെ ഇന്ന് പ്രഭാതത്തിലും ദൈവം ഈ പന്തലിൽ നോക്കുന്നു. ഉണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങിയ നാം, വീണ്ടെടുക്കപ്പെട്ടവരായി ഇറങ്ങിയ നാം, സ്വർഗത്തിലേക്ക് കണ്ണും നോക്കി ഇറങ്ങിയവരായ നാം അശുദ്ധിയിലേക്ക് വീഴുന്നെങ്കിൽ, ജഡീക സുഖങ്ങളിലേക്ക് വീഴുന്നുവെങ്കിൽ അതിനൊരു അനുരഞ്ജനം ആവശ്യമില്ല. അത് അങ്ങനെയൊക്കെയാ എന്ന് പറയുന്നവരെ അല്ല, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, എൻ്റെ ദൈവമാണ് എന്നെ ആക്കിയതെങ്കിൽ എൻ്റെ സമയത്ത് ദൈവത്തിന് വേണ്ടി ദൈവശബ്ദമായി നിൽപ്പാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവരെ ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന് വേണം. അങ്ങനെയുള്ളവരെ മനുഷ്യർക്ക് കൊണ്ടു നടക്കാൻ വലിയ പ്രയാസമാണ്. മനുഷ്യർക്ക് കേൾക്കാൻ ഇഷ്ടം. 2 തീമോഥെയോസ് 4 എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്തിന്റെ ലക്ഷണം കർണരസകരമാകുമാറ് ശുശ്രൂഷിക്കണം.
കേൾക്കുമ്പോൾ നല്ല രസം തോന്നണം. കുറേ കഥയും പറഞ്ഞ് കുറേ തമാശയും പറഞ്ഞ് ഇക്കിളിയിട്ട് ചിരിപ്പിക്കുന്ന പോലെ ചിരിച്ചോണ്ടിരിക്കുമ്പം നല്ല നല്ല പ്രസംഗമാണ്. എന്നാൽ പൗലോസിനോ യേശുവിനോ അറിയാത്തൊരു ശുശ്രൂഷയാണ്. പൗലോസും യേശുവും ശുശ്രൂഷിച്ചത് അല്ല. ഇന്നുമുണ്ട് അങ്ങനെയുള്ള ഭക്തന്മാർ. പരുക്കൻ ശബ്ദമായി തോന്നുമെങ്കിലും അവരിലൂടെ വ്യാപരിക്കുന്ന തിരുത്തലിൻ്റെ ഒരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നത്. ഈ ദൈവസഭയിലും ദൈവം ആക്കി വച്ചിട്ടുണ്ട് ശബ്ദങ്ങളെ. മനുഷ്യർക്ക് ഒതുക്കാനൊക്കാത്ത, സാഹചര്യങ്ങൾക്ക് ഒതുക്കാനൊക്കാത്ത വിശുദ്ധിയുടെ ശബ്ദമായി, ഉപദേശത്തിന്റെ ശബ്ദമായി, നിത്യതയുടെ ശബ്ദമായി, അനുരഞ്ജനമില്ലാത്ത ദൈവിക ശബ്ദങ്ങൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ജീസസ്, അങ്ങനെയുള്ളവരാ സഭയുടെ പണിയിൽ ദൈവം നോക്കുന്നത്. അപ്പൊ പൗലോസിനെ ദുഃഖിപ്പിച്ചതോ ഭയപ്പെടുത്തിയതോ ഭൗതിക കാര്യമേ അല്ല. പൗലോസിനെ ദുഃഖിപ്പിച്ചതും ഭയപ്പെടുത്തിയതും ആത്മീക കാര്യങ്ങളാണ്. ആത്മീക കാര്യങ്ങളാണ് ഭൗതിക കാര്യങ്ങളെക്കാൾ മീതെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തേണ്ടത്. ഒരു നിമിഷം ഞാൻ യേശുവിൻ്റെ ജീവിതത്തെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. യേശു ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലെ യെരുശലേമിലേക്ക് സമീപിച്ചപ്പോ ആൾക്കാരെല്ലാരും ഹോശന്ന ഹോശന്ന, ചിരിയ, അവിടെ ചിരിയ, അവിടെ സെലിബ്രേഷനാണ്. എന്നാൽ ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രം കരയുന്നു. എന്താ കാര്യം? യേശു കരയുന്നത്, വിലപിക്കുന്നത്, അയ്യോ മനുഷ്യപുത്രൻ വന്നു തലചായ്പാൻ പോലും ഇടമില്ല. അല്ല, മനുഷ്യപുത്രൻ രക്ഷിക്കാൻ ഇറങ്ങി വന്നു, ജനങ്ങളെല്ലാം എനിക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അല്ല, നീ ഒരു ശമര്യനാണെന്ന് പറഞ്ഞു. അല്ല, യേശു കരയുന്നത്, യോ ഞാൻ അങ്ങോട്ട് പോയപ്പോ നെഥനിയേൽ പറഞ്ഞു നസറേത്തിൽ നിന്നും വല്ല നന്മ വരുമോ. അല്ല, യേശുവിനെ കരയിപ്പിച്ച ഒരു കാര്യം, ദാ നിൽക്കുന്നു യെരുശലേം. ഇത്രയും ദൈവവചനം കേട്ടിട്ടും ഇത്രയും ആത്മപ്രവൃത്തി കാണാൻ അവസരമുണ്ടായിട്ടും ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വഴി തുറക്കാതെ, ഹൃദയം തുറക്കാതെ, മതഭക്തിയിൽ ജീവിക്കുന്ന, മതഭക്തിയിൽ പിടിച്ചു നിൽക്കുന്ന, നശിക്കാൻ പോകുന്ന യെരുശലേമിനെ നോക്കി യേശു വിങ്ങിപ്പൊട്ടി കരഞ്ഞതുപോലെ ഇന്നത്തെ പ്രഭാതത്തിൽ കരയാൻ ഇവിടെ ആളുണ്ടോ? ഭൗതിക കാര്യത്തിനല്ല, ആത്മീക കാര്യത്തിന് വേണ്ടി കരയാൻ. ഹൃദയത്തിൽ ദൈവം ഒരു വലിയ തീഷ്ണത, ഒരു ബേർഡൻ തരട്ടെ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാരംഭ നിമിഷങ്ങളിൽ നമ്മളെ പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ കാര്യമല്ലേ? അവർ 7ാം ക്ലാസ്സിലായപ്പം പഠിത്തം മോശമാണെന്ന് PTA മീറ്റിംഗിൽ പറഞ്ഞു. നമുക്ക് അന്ന് മുതൽ പ്രാർത്ഥനയും അന്ന് മുതൽ ഭയങ്കര പ്രശ്നമാണ്. ഞാനൊരു അഗ്നിശോധനയിലൂടെ പോവുകയാണ്. കർത്താവെ ലജ്ജിപ്പിക്കരുതേ. യാക്കോബിന്റെ ലേഖനം 1-ലെ ആ വാക്യം 10 പ്രാവശ്യം തലേ കൈവച്ച് പ്രാർത്ഥിക്കും. എന്നാലും കുഞ്ഞിന് മാർക്ക് കിട്ടത്തില്ല, കാരണം അവൻ പഠിക്കത്തില്ല. അവൻ ഫോണൊന്ന് താഴെ വെച്ചിട്ട് വേണ്ടായോ? നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി നമ്മൾ ഞെക്കി പ്രാർത്ഥിക്കുന്നു, കുലുക്കി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന് മാർക്ക് കൂടത്തില്ല. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് മാർക്കിന്റെ കാര്യമാണ്. മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ട് മോൻ വരുമ്പോഴും ആ മോനെ നോക്കി ഹൃദയത്തിൽ ഒരു ഭയം. എന്തിന്റെ ഭയമാ? അവനിനി അഡ്മിഷൻ കിട്ടുമോ കാനഡയിൽ? അതിന്റെ ഭയമല്ല, ഇവൻ യേശുവിനെ വിട്ട് മാറുമോ എന്നൊരു ഭയം. ഇവന്റെ സമൃദ്ധിയിൽ ഇവൻ വിശുദ്ധി മറന്നു പോകുമോ? ഇവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമോ? എന്റെ മകൾ ഉന്നതമായി പഠിച്ചവളാ, പക്ഷെ ഉപദേശത്തിൽ നിന്ന് അവൾ മാറിപ്പോകുമോ എന്നൊരു ഭയം. മാതാപിതാക്കൾക്ക് വേണ്ടിയ ഭൗതിക കാര്യത്തിലുള്ള ഭയമല്ല, ആത്മീക കാര്യങ്ങളിലുള്ള ഭയം വേണമെന്ന്. പൗലോസിന്റെ ആ 4:11 നമ്മൾ ഗുരുവാക്യമായി വായിച്ചത്. 4:20 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. തൻ്റെ ആ മനസ്സ് നിങ്ങളെന്ന് കാണണം. 1:1 അനുരഞ്ജനമില്ല, സഹിഷ്ണുതയില്ല, അസഹിഷ്ണുത. മനുഷ്യരൊന്നുമല്ല എന്നെ പാസ്റ്ററാക്കിയത്, ഞാൻ യേശുവിങ്കൽ നിന്ന് പ്രാപിച്ചതാണ്. 11-ാമത്തെ വാക്യം മുതൽ 1:11 മുതൽ പൗലോസ് പറയുന്നത്, ഞാൻ പറയുന്ന സുവിശേഷം പത്രോസ് എന്നെ പഠിപ്പിച്ചതല്ല, ഞാൻ നേരിട്ട് പ്രാപിച്ചതാണ്. അങ്ങനത്തെ ഒരു തീഷ്ണത.
എന്നിട്ട് 4:11 ഞാൻ ഭയപ്പെടുന്നു. 4:20 ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. എന്തോ ഇതേ ആളല്ലേ പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അത് പറഞ്ഞത് എവിടെ കിടന്നോണ്ടാ? കാരാഗ്രഹത്തിൽ കിടന്നോണ്ട്. ഫിലിപ്പിയ ലേഖനം എഴുതിയത് എവിടെ കിടന്നോണ്ടാ? കാരാഗ്രഹത്തിൽ. കാരാഗ്രഹത്തിന്റെ വിലങ്ങ് വിഷമിപ്പിച്ചോ? ഇല്ല. അവിടെ സുവിശേഷം പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം 4 തീരുന്നത്, എല്ലാ സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, പ്രത്യേകാൽ കൈസറുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാരാഗ്രഹം സഭയാക്കി മാറ്റിയ അപ്പോസ്തലനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ഈ വിലങ്ങ് വിഷമിപ്പിച്ചില്ല. കാരാഗ്രഹം കണ്ടപ്പോ തോന്നിയില്ല, അയ്യോ എങ്ങനെ ജീവിക്കേണ്ടവനാ ഞാൻ, ഗമാലിയേലിന്റെ കീഴിലിരുന്ന് പഠിച്ച് ഉന്നതമായ സ്ഥാനം യഹൂദ മതത്തിൽ കൈവരിക്കേണ്ട ഞാൻ ഇങ്ങനായി പോയല്ലോ. ഇതൊന്നും വിഷമിപ്പിച്ചില്ല, ഇതൊന്നും ഭയപ്പെടുത്തിയില്ല. തന്നെ ഭയപ്പെടുത്തിയതും വിഷമിപ്പിച്ചതും സഭയിലെ ആത്മീക അന്തരീക്ഷം കാണുമ്പോഴാ. നമ്മളെ ഒരു നിമിഷം തിരിഞ്ഞ് പൗലോസിനോട് ചോദിച്ചാൽ, ഇന്ന് പലരും ചോദിക്കുന്ന പോലെ, പാസ്റ്റർ ഇങ്ങനെ അങ്ങ് വിഷമിക്കാം. 4:11 എന്തുവാ വികാരം വായിച്ചത്? എല്ലാരും പറയണേ. 4:11 എന്ത് വികാരമാ വെളിയിലോട്ട് വന്നത്? ഭയം. 4:20 എന്താ? വിഷമം. കാണുന്നില്ലേ എല്ലാരും? 4:11 ഭയം, ഞാൻ നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. 4:20 നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു. നമ്മൾ പറയുക, പാസ്റ്ററെ, 4 ചുരുങ്ങിയ നാളുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ പാസ്റ്റർ ചെയ്തില്ലേ? പാസ്റ്റർ ഒന്ന് സാന്ത്വനപ്പെട, ഒന്ന് റിലാക്സ്. വാസ്തവത്തിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകർ ചിന്തിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയ പൗലോസ് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ തർസോസിൽ പോയി ഇരുന്നതാണ്. ദമസ്കോസിലെ പ്രത്യക്ഷത കഴിഞ്ഞിട്ട് നേരെ ശുശ്രൂഷയൊന്നും അല്ലായിരുന്നു. അറേബ്യയിൽ പോയി, തർസോസിൽ പോയി. 11-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ബർന്നബാസ് എന്ന് തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നു. പൗലോസിന് വേണേ ഇരുന്ന് സന്തോഷിക്കരുത്, കർത്താവേ, തർസോസിൽ ജീവിക്കേണ്ട ഞാൻ, ദൈവം ഒരു വലിയ മിനിസ്ട്രി എനിക്ക് നൽകിയല്ലോ, ഹല്ലേലൂയ. ഇല്ല, മിനിസ്ട്രിയിൽ സന്തോഷിക്കാത്തൊരു പൗലോസ്. അല്ല, പറയരുതോ? 13-14 അധ്യായങ്ങളിൽ 1-ാം മിഷണറി യാത്രയിൽ ഞാൻ ഓർത്തത് പെർഗയിൽ മാത്രം പോകാനാ. പക്ഷെ ദൈവം എന്നെ മറ്റുള്ള പെർഗയിൽ നിന്ന് പിസിദിയയിലോട്ട് നയിച്ചു. അത് കഴിഞ്ഞിട്ട് ലുസ്ത്രയിലോട്ട് വിട്ടു, ദർബയിലോട്ട് വിട്ടു. പലപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്ത സ്ഥലങ്ങൾ. ഈ 3 വർഷം കൊണ്ട് 5 രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഞാൻ പോയി. പൗലോസിനെ സംബന്ധിച്ച് ഈ ഭൂഖണ്ഡങ്ങളുടെ കണക്കുകളോ, സഭകൾ സ്ഥാപിച്ചതിന്റെ കണക്കോ, തന്നെ മിനിസ്ട്രിയുടെ കണക്കോ ഇതൊന്നും സന്തോഷിപ്പിക്കുന്നില്ല. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ പോയ രാജ്യങ്ങളല്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്, നമ്മളിലൂടെ രക്ഷ പ്രാപിച്ചു വന്ന വിശ്വാസികളല്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്, നമ്മൾ പണിഞ്ഞുകൊടുത്ത ബിൽഡിങ്ങിന്റെ കണക്കല്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. നമ്മളെ ദുഃഖിപ്പിക്കേണ്ടത് ആത്മീക നിലവാരം കാണുമ്പോ ഒരു ദുഃഖം, ഒരു ഭയപ്പാട്. നോക്കണമേ, ഇനി ആ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. 4:11 നമ്മളൊന്ന് ശ്രദ്ധിച്ച് വിലയിരുത്തുകയാണ്. ആ ആദ്യ വാക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. അപ്പൊ എന്തോ വെറുതെ ആകുമോ എന്നാ തന്റെ ഭയം. അധ്വാനം. എന്ത് അധ്വാനത്തിന്റെ കാര്യമായി പറയുന്നത്? നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാ. അധ്വാനിക്കാതെ കഴിക്കാനൊക്കത്തില്ല. അധ്വാനിക്കാതെ കഴിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികളെക്കാട്ടിൽ കഷ്ടമാണ്. ചിലരുണ്ട് സഭയിലും ഒക്കെ കൂടി വരുന്നവരങ്ങനെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ അധ്വാനിക്കത്തില്ല. എന്തെങ്കിലും ഫണ്ടുണ്ടോ പാസ്റ്ററെ? എന്തെങ്കിലും സഹായമുണ്ടോ പാസ്റ്ററെ? സഹോദരൻ അധ്വാനിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. പൗലോസ് പറയുന്നത്, തെസ്സലോനിക്കക്കാരോട് പറഞ്ഞത്, ഐഡൽനെസ്, അധ്വാനിക്കാതിരിക്കുന്നത് അവിശ്വാസികളെക്കാട്ടിൽ കഷ്ടമാണ്. പൗലോസ് പറയുകയാണ്, എന്റെ അധ്വാനം. എന്ത് അധ്വാനത്തിന്റെ കാര്യമാണ് പൗലോസ് ഈ പറയുന്നത്? ഇതെല്ലാം വേസ്റ്റ് ആയി പോവും. എന്തിന്റെ കാര്യമായി പറയുന്നത്?
ഇതേ വാക്കാണ് വാസ്തവത്തിൽ ഫിലിപ്പിയ ലേഖനം 2:16 കാണുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ വരും. പൗലോസിന്റെ ഭയം മൊത്തം എൻ്റെ അധ്വാനം വെറുതെ ആകുമോ? ഫിലിപ്പിയക്കാരോടും പറയുന്നത് എൻ്റെ അധ്വാനം, ഞാൻ ഓടിയതും എൻ്റെ അധ്വാനവും വെറുതെ ആയി പോമോ? എന്ത് അധ്വാനമാ പൗലോസേ? 1 കൊരിന്ത്യർ 4:12 വാക്യം ശ്രദ്ധിച്ചാൽ മൂലപദത്തിൽ അധ്വാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം കൊരിന്ത് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 1 കൊരിന്ത്യർ 4:12 സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. മതി. എന്ത് അധ്വാനം പൗലോസ് ചെയ്തിട്ടുണ്ട്? സ്വന്തം കയ്യാൽ. സുവിശേഷ വേലക്കാര് മറ്റുള്ള ജോലി ചെയ്യാൻ ഒക്കുമോ? ഭയങ്കര ചർച്ചകളാണ്. പൗലോസിനെ സംബന്ധിച്ച് ഫിലിപ്പിയ ദേശത്തിൽ ചെന്നു, ഫിലിപ്പിയക്കാരുടെ പൈസ വാങ്ങിച്ചു, കൈകൊണ്ട് അധ്വാനിക്കാൻ നിന്നില്ല. കൊരിന്ത് ചെന്നപ്പം ആൾക്കാർ പൈസ കൊടുക്കാൻ ഭയങ്കര റെഡിയാ. ഇങ്ങനെ വാലറ്റ്, പേഴ്സ് കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. പൗലോസേ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരാമോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കാം, ഒരു ബെഡ്റൂം ഉണ്ട്, AC ഉണ്ട്, ഇങ്ങോട്ട് പോരെ. ഇത് കേട്ടപ്പോഴേ പൗലോസിന് മനസ്സിലായി ഈ കൂട്ടർ എങ്ങനത്തെ ആൾക്കാരാന്നറിയാമോ? പാസ്റ്ററെ വശത്താക്കണം. അവിടെ കൊണ്ടുവന്ന് ഗസ്റ്റ് റൂമിൽ താമസിപ്പിച്ച് 4 മണിക്ക് ചായ ഇരിക്കുമ്പം ഒരു ഏത്തക്കാപ്പം വാങ്ങിച്ച് മുമ്പിൽ വെച്ചിട്ട്, പാസ്റ്ററെ, നമ്മുടെ സഭയിൽ ഒത്തിരി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പാസ്റ്റർ വൈകിട്ട് പ്രസംഗിക്കുമ്പോഴേ നിയോഗം തന്ന അങ്ങ് പറഞ്ഞേര്. ഇന്നുള്ള പലരും ആ ഏത്തക്കാപ്പത്തിൻ്റെ കൂടെ അതിനകത്ത് അങ്ങ് വീഴും. കയറി വൈകിട്ട് നിൽക്കുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും ഈ പുള്ളി ആ പുള്ളിയുടെ വീട്ടിൽ പോയെന്നാ തോന്നുന്നേ. ഉണ്ടോ ഇങ്ങനെയുള്ളവര്? ഉണ്ട്. അവരുടെ ഫോണിൽ ഇങ്ങനെ നമ്പർ സേവ് ചെയ്തിരിക്കുക. ഈ ഇങ്ങനെയുള്ള പന്തലിലൊക്കെ അവർ സൈഡിലൊക്കെ നിൽക്കും. പുള്ളി പാസ്റ്ററോ ഞങ്ങളുടെ വീട്ടിൽ വരാൻ പോകത്തില്ല, തിരുവനന്തപുരത്ത് വന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരും. അവരിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കയ്യിലാക്കി വെച്ചിരിക്കുക. അവർക്ക് അതിനകത്താണ് എന്താ സഹോദരൻ വിശുദ്ധിയിലും വേർപാടിലും മുന്നേറുന്നുണ്ടോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ പുള്ളി വന്നാൽ എൻ്റെ വീട്ടിലാണ്. അവർ പുകഴുന്ന കാര്യം മൊത്തം എൻ്റെ മോടെ കല്യാണത്തിന് ഗൾഫിൽ നിന്ന് 1 ദിവസത്തേക്ക് വേണ്ടി പുള്ളി വന്നു. എന്തിനാ പുകഴുന്നത്? മൊത്തം ഒരാളിലുള്ള കണക്ഷൻ. കൊരിന്തിൽ ഇത് വലിയ പ്രശ്നമായിരുന്നു. പൗലോസ് വന്നപ്പോഴേ പൗലോസിന് മനസ്സിലായി ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇവിടെ ഉണ്ട്. ഈ ആൾക്കാരിലുള്ള കണക്ഷൻ എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്നത് മത്തായി 3 യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറെ പേര് അവിടെ വന്നു. അവർ ഉള്ളിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നത്, വാ കൊണ്ടൊന്നും പറഞ്ഞില്ല. എന്തോ അവർ ഉള്ളിൽ പറഞ്ഞെന്നറിയാം. യോഹന്നാൻ പറഞ്ഞു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് നീ പറയല്ലേ. വാ കൊണ്ട് പറയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഞാൻ കൊടുത്ത 7 സെന്റിലാണ് സഭാ ഹോള് വെച്ചത്. എൻ്റെ ഫാദറാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എല്ലാം ചെയ്തത്. ഇത് ഉള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം ഒരു മനുഷ്യനിലൂടെ ചെയ്തെങ്കിൽ അതിൻ്റെ മഹത്വം ദൈവത്തിന് പോണം. ഏത് സമയം ദൈവത്തിന്റെ മഹത്വം മനുഷ്യനിലേക്ക് വരുന്നോ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വീട്ടിൽ കൊണ്ടുപോയ കാര്യവും വെച്ച് വിളമ്പിയ കാര്യവും വസ്തുക്കൾ കൊടുത്ത കാര്യവും വെച്ച് കൊടുത്ത ബിൽഡിങ്ങും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒക്കത്തില്ല. ഇത് ദൈവത്തിന്റെ സഭയാണെങ്കിൽ ദൈവത്തിന്റെ ഭരണമാണ് സഭകളിൽ വരേണ്ടത്. പണമുള്ളവരുടെ സ്വാധീനമല്ല സഭകളിൽ കാണേണ്ടത്, ദൈവകൃപയുള്ളവരുടെ സ്വാധീനമാണ് സഭകളിൽ കൂടേണ്ടത്. ആത്മനിറവുള്ളവരാണ് സഭയെ നയിക്കേണ്ടത്. അപ്പൊ കൊരിന്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വരത്തില്ല. പിന്നെ പാസ്റ്റർ എവിടെ പോകും? ഞാൻ സുവിശേഷം പറയും. എനിക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പോയി കൈകൊണ്ട് അധ്വാനിക്കും. പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് തൻ്റെ തൊഴിൽ എന്തായിരുന്നത്. ലെതർ വർക്ക് എന്നാണ് അതിൻ്റെ മൂലപദത്തിലുള്ളത്. ഒരുപക്ഷെ ടെന്റ് മേക്കിംഗ് ആണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലെതർ കൊണ്ട് ടെന്റുകൾ ഉണ്ടാക്കുന്ന. നിങ്ങൾക്ക് ഊഹിക്കാമോ ഈ മനുഷ്യനെ? കൈ കിട്ടത്തില്ല ഈ മനുഷ്യനെ. ഗലാത്യലേഖനം 1:1 അതുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നത്. മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ഈ മനുഷ്യനെ വാങ്ങിക്കാൻ ഒക്കത്തില്ല, വേദിക്ക് വാങ്ങിക്കാൻ ഒക്കത്തില്ല ഈ മനുഷ്യനെ, പണത്തിന് വാങ്ങിക്കാൻ ഒക്കത്തില്ല ഈ അപ്പോസ്തലനെ.
അവിടെ പോയി നിന്ന് വെയിലത്ത് ടെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ പോലെ ഇന്ന് എല്ലായിടും ഉണ്ടല്ലോ മൈക്കും കൊണ്ട് പോയി ഇന്റർവ്യൂ. പൗലോസിന്റെ അടുക്ക വല്ല ഇന്റർവ്യൂ കൊണ്ട് ചെല്ലണം. ഹലോ പാസ്റ്റർ പോൾ അപ്പോസ്റ്റൽ, എങ്ങനുണ്ട്, എന്തോ ഉണ്ട്. ചിലപ്പോ അന്ന് യേശു പത്രോസിനോട് ചെയ്ത പോലെ കേൾക്കാൻ നോക്കും. ഇന്ന് ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഉടനെ വലിയൊരു കിരീടം പോലുള്ള കസാര ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇന്നടത്താണ് തുടങ്ങിയത്, ഞാൻ ഇത്ര ദിവസം ഇന്നും അധ്വാനിക്കാറുണ്ട്, അത് ഇത്ര രൂപ എനിക്ക് കിട്ടാറുണ്ട്, ഇത്ര ഞാൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുന്ന ആളല്ല പൗലോസ്. കൈകൊണ്ട് അധ്വാനിച്ചിട്ട് ഇവരുടെ ആരുടെയും വലയിൽ വീഴാതെ താൻ കൃത്യമായി സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി, മുഖം നോക്കാതെ ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രത്യേക സാഹചര്യത്തിൽ അധ്വാനിച്ചു. എന്നാൽ ഈ ഗലാത്യ സഭകളോടുള്ള ബന്ധത്തിൽ അധ്വാനത്തിന്റെ അനുഭവം അപ്പോസ്തലപ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ എങ്ങുമില്ല. കൈകൊണ്ടുള്ള അധ്വാനം അല്ല. അപ്പൊ ഈ 4:11 ഒന്നുകൂടെ വായിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. എന്താ പൗലോസെ അധ്വാനിച്ചത്? കൊരിന്തിലാണെ പറയാം, ഞാൻ കഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ കൈ കൊണ്ട് ഞാൻ അധ്വാനിച്ചു. ഗലാത്യ ആൾക്കാരോട് ഇതൊന്നും പറയാനില്ല. ഗലാത്യയിൽ ലുസ്ത്രയിലോ ദർബയിലോ പൗലോസിന് വർക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. പിന്നെ എന്തധ്വാനമാണെന്ന് കാണണമെങ്കിൽ 1 തിമോത്തിയോസ് 5:17 ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 1 തിമോത്തിയോസ് 5:17 ഒന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. ആ വാക്കുണ്ടല്ലോ, നിങ്ങൾ ഈ പേന വെച്ച് അണ്ടർലൈൻ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ, ഇതെല്ലാം ഞാനിപ്പോൾ പേടിച്ചാ പറയുന്നത്. കാരണം ചിലയിടത്ത് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ചില ഇങ്ങനെ നോക്കും, അണ്ടർലൈനോ വിശുദ്ധ വേദപുസ്തകത്തിലോ എന്തോ ബാസ്റ്റി പറയുന്നു. ഇങ്ങനത്തെ ഒരു കാലമാണിത്. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കറുത്ത ബൈബിളാണ്. ഇത് ബ്രൗൺ ആയി പോയ കറുത്ത വേദപുസ്തകമല്ലേ എടുത്തോണ്ട് നമ്മൾ ഇറങ്ങിയത്. ഇതെങ്ങനെ ഇപ്പൊ ബ്രൗൺ ആയത്? അങ്ങനത്തെ ഒരു കാലം, ഒരു വല്ലാത്ത കാലം. പേന കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ 1 തിമോത്തിയോസ് 5:17 ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യുന്നത് വർത്തിറ്റാണ്. അത് ശ്രദ്ധിക്കാൻ സഹായിക്കും. അധ്വാനത്തിന്റെ കാര്യമാ പൗലോസ് പറയുന്നത്. പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. ഗലാത്യ സഭകളോട് പൗലോസ് പറയുക, എന്റെ അധ്വാനം വെറുതെയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അധ്വാനമാ പൗലോസേ അങ്ങ് ഗലാത്യയിൽ ചെയ്തത്? 13 അപ്പോസ്തലപ്രവൃത്തി 13:38 അധ്വാനം തുടങ്ങുന്നത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഗലാത്യ പ്രവിശ്യയിലൂടെ താൻ സഞ്ചരിച്ചപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. എന്തിന്റെ അധ്വാനമായിരുന്നു? ശരീരത്തിന്റെ ബലഹീനത നോക്കാതെ സത്യ സുവിശേഷം പറയുവാൻ, യേശു കർത്താവിലോടുള്ള പാപമോചനത്തെ കുറിച്ച് പറയുവാൻ. 13-ാം അധ്യായം 44 പിറ്റേ ശവത്തിൽ ഏകദേശം പട്ടണം മുഴുവനും, അടുത്ത വാക്കെന്താ? പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. ഈ പ്രദേശത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമേ, ഇന്ന് ദൈവവചനത്തോട് ഭയങ്കര പോരാട്ടമുള്ളൊരു സമയമാണ്. പലരും ചിന്തിക്കുന്നത് വചന ശുശ്രൂഷ അല്ല വേണ്ടിയത്, പിന്നെന്തുവാ വേണ്ടിയത്? ശക്തി, പവർ, കാറ്റ്, തീയ്, തുള്ളൽ, എന്തൊക്കെ കേൾക്കണം. ഈയിടെ ഒരാൾ പറയുന്ന കേട്ടു, എഫെസോസിൽ 2 വർഷം പൗലോസ് ബൈബിൾ പഠിപ്പിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ ഹീലിംഗ് മിനിസ്ട്രിയിലോട്ട് ഇറങ്ങി ഭയങ്കര ചലനം ഉണ്ടായി. അങ്ങനല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ പരിശോധിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളും എഫെസോസിൽ ആദ്യം മുതൽക്കേ തന്നെ വചനവും പ്രവൃത്തിയും ഒരുപോലെ പോയത്. വചനം പരാജയപ്പെടുന്നിടത്തല്ല പ്രവൃത്തി, വീര്യപ്രവൃത്തി തുടങ്ങുന്നത്. വചനമില്ലാത്തൊരു പ്രവൃത്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. എന്നാൽ യേശു പറയാൻ പോകുന്നത്, ഞാൻ ഒരു നാളും നിന്നെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ
എന്തോ അധർമ്മം? അത്ഭുതം കാണിച്ചിട്ട് നീ വചനം പറഞ്ഞില്ല, ഭൂതം പുറത്താക്കിയിട്ട് നീ വചനം പറഞ്ഞില്ല, രോഗികളെ സൗഖ്യമാക്കിയിട്ട് നീ ശിഷ്യനാക്കിയില്ല. ഈ അധർമ്മം നമ്മുടെ തലമുറയിൽ നിന്നും പോകണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണമേ, സ്വർഗത്തിന് നമുക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനം യേശുവാണെങ്കിൽ ആ യേശുവിന്റെ വചനം അടങ്ങിയിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എന്റെ മാറോട് ചേർത്ത് എന്റെ താഴ്ചയുടെ സമയത്ത്, എന്റെ ഉയർച്ചയുടെ സമയത്ത്, എന്റെ ഏതവസ്ഥയിലും ഈ വചനം എന്റെ കാലിന് ദീപമായി, എന്റെ പാതയ്ക്ക് പ്രകാശമായി. ഈ വചനം വേണ്ട എന്ന് പറയുന്നത് ദൈവത്തിന് ചേരാത്ത, ദൈവവചനത്തിന് ചേരാത്ത, വിശുദ്ധിക്ക് ചേരാത്ത ഒരു പ്രവണതയാ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗലാത്യയിൽ എന്തോ പറഞ്ഞുകൊണ്ടാ ആളിനെ കൂട്ടിയത്? ഇന്ന് എന്തോ പറഞ്ഞുകൊണ്ടാ നമ്മൾ ആളിനെ കൂട്ടുന്നത്? എല്ലാം ശരിയാവും. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ പോലെ അത് എല്ലാം ശരിയാവും. ഇതല്ല പൗലോസ് ഗലാത്യ സഭകളോട് പറഞ്ഞത്. സൈക്കിൾ ഉള്ളവനെ കാറേപ്പാം. ഇതല്ല സുവിശേഷം. പൗലോസ് ഗലാത്യ സഭകളോട് പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നിന്റെ പാപം കഴുകാൻ വേണ്ടി യേശുവിലൂടെ അല്ലാതെ മറ്റൊരു പുണ്യ സ്ഥലത്ത് രക്ഷയില്ല. മറ്റൊരുവന്റെ രക്തം നിനക്ക് വേണ്ടി ചലിക്കത്തില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രന്റെ പുണ്യാഹമായ നിർദോഷമായ രക്തത്തിനെ നിന്റെ പാപക്കറയെ കഴുകാനൊക്കത്തുള്ളൂ. ആ വചനത്തിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, എവിടെ വചനം പ്രസംഗിക്കപ്പെടുന്നു ആ വചനത്തെ ഉറപ്പിക്കുവാനായി ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്ന സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. പാപബോധം കൊണ്ടുവരുന്ന, യേശുവിലേക്ക് തിരിക്കുന്ന നിർമ്മല സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യേശുവിന്റെ ശക്തി വ്യാപരിക്കും. അതിന് ഗിമിക്സിന്റെ ആവശ്യമില്ല, അതിന് ട്രിക്കിന്റെ ആവശ്യമില്ല, അതിന് കർണരസകരമായ തമാശകളുടെ ആവശ്യമില്ല. ക്രൂശിനെ ഉയർത്തിയാൽ, യേശുവിനെ ഉയർത്തിയാൽ, വചനം പ്രസംഗിച്ചാൽ അതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. അപ്പൊ എന്തോ അധ്വാനമാ വെറുതെ ആയി പോകുന്നെന്ന് പറയുന്നേ? കൈകൊണ്ടുള്ള അധ്വാനമല്ല, വചനത്തിന്റെ അധ്വാനം, ഉപദേശത്തിന്റെ അധ്വാനം. അല്ല, 13:44 അപ്പോസ്തലർ പ്രവൃത്തി നിങ്ങൾ ശരിക്ക് കണ്ടോ? പട്ടണം മുഴുവനും കൂടി എന്തോ കേൾക്കാനാ? ഒന്നും കാണാനല്ല വന്നത്, കേൾക്കാൻ. യേശുവിന്റെ സമയത്ത് ഒരുപാട് പേര് കാണാൻ വന്നു. എന്തോ കാണാൻ? ഓരോ മീറ്റിങ്ങിനും വന്നിരിക്കുക. ഇന്ന് വല്ലതും ഉണ്ടോ? ഇന്ന് വല്ലതും നടക്കുവോ? യോഹന്നാൻ സുവിശേഷം 6 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം നല്ല അധ്വാനമില്ലാതെ കിട്ടി. റൊട്ടിയും മീനും കൂടെ അങ്ങോട്ട് ഇറങ്ങിയപ്പം യേശു, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആ പാട്ടുകൂടെ അങ്ങോട്ട് പാടും. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, കഴിഞ്ഞ ദിവസം ഞാൻ വിശന്നിരിക്കുമായിരുന്നു. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന്, അതാ ഫ്ലൂട്ടൂടെ ഒക്കെ അങ്ങോട്ട് ഇടുമ്പോ, അയ്യോ. ഈ കൂട്ടർ അടുത്ത ദിവസം വന്നു. യോഹന്നാന്റെ സുവിശേഷം അടുത്ത ദിവസം വന്നു. എന്തിനാ? യേശു എവിടാന്ന് തിരയുക. യേശു എവിടാന്ന് തിരയുക. യേശുവിന്റെ തലേ ദിവസം ബെത്സയിദായി പോയി നോക്കിയിട്ട് ആരും ഇല്ല അവിടെ. അവർക്ക് മനസ്സിലായി, യേശു എന്ത് ചെയ്യും? ഞങ്ങൾക്ക് യേശുവിനെ കാണണം. പോകുന്ന വഴി ചോദിക്കുക, എന്തിനാ നിങ്ങൾക്ക് യേശുവിനെ കാണേണ്ടത്? എന്തോ ഒരു മീൻ്റെ ആ ടേസ്റ്റേ. എൻ്റെ യേശു എത്ര നല്ലവനായിരുന്നു. അടുത്ത ദിവസം തപ്പി പിടിച്ച യേശുവിനെ, യേശുവിൻ്റെ അടുക്ക കപ്പലൊക്കെ കടന്നു ചെന്നു. യേശു അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എൻ്റെ അടുക്ക വന്നത്. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടല്ല നിങ്ങൾ വന്നത്. ഇന്നലെ അപ്പം കഴിച്ചപ്പം നിന്റെ കണ്ണ് തുറക്കണമായിരുന്നു. ഈ അപ്പം തരാനല്ല ഞാൻ വന്നത്, ജീവന്റെ അപ്പമായി നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. നാളെ നശിച്ചു പോകുന്ന അപ്പം തരാൻ വേണ്ടിയല്ല. സ്വർഗത്തിൽ നിന്ന് അപ്പത്തിന്റെ വീടായ ബെത്ലഹേമിൽ സ്വർഗത്തിലെ അപ്പം ജനിച്ചത് എനിക്കൊരു നേരത്തെ ആഹാരം തരാനല്ല, എന്റെ വിശപ്പടക്കാൻ കുറച്ച് മീൻ തരാനല്ല. ജീവന്റെ അപ്പമായ ക്രിസ്തു അപ്പത്തിന്റെ ഭവനത്തിൽ ജനിച്ചത് നിത്യ ജീവന്റെ മൊഴി എന്നിൽ പതിപ്പിച്ച് വചനത്തിലൂടെ എന്നെ വീണ്ടും ജനിപ്പിക്കാനാണ്.
കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനം വീഴുന്നിടത്തൊരു ജനനം നടക്കും. അതിനുവേണ്ടി ജീവന്റെ അപ്പമായി തീർന്ന യേശു വന്നത്. ഞാൻ പിള്ളേരോട് പഠിപ്പിക്കുമ്പോൾ പറയും, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര കൗതുകമാണല്ലോ. 666 എന്തുവാ പത്രത്തിൽ എന്തോ പറഞ്ഞിരിക്കുന്നത്, നാസയെ കുറിച്ച് റോക്കറ്റ് എന്തോ വരുന്നു. ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാ. ഇത് കേൾക്കാൻ കൗതുകമാണ്, കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നാസ അതുവഴി റോക്കറ്റ് വിട്ടു, നല്ല അല്ലേ? നമ്മുടെ ബൈബിൾ അപ്പൊ സത്യമല്ലേ? വരുന്നു ക്ഷാമം, അങ്ങനെ അല്ലേ? മാനസാന്തരപ്പെടണം, അതിഷ്ടമല്ല. കാരണം അതാരെ പറ്റിയാ? അത് എന്നെ പറ്റിയാ. റോക്കറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷമാണ്, എൻ്റെ ഉള്ളിലെ പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടും. സമയം നോക്കും, എഴുന്നേക്കണം, പോരാ. അപ്പൊ നോക്കണമേ ഇവിടെ നടക്കുന്നത്. പൗലോസ് ഈ ഗലാത്യ ആൾക്കാരുടെ അടുക്കലോട്ട് ചെന്ന് ഈ അധ്വാനമെന്ന് പറയുന്നത് ശാരീരിക അധ്വാനമല്ല, ആത്മീകമായ ദൈവവചനത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ഒരു അധ്വാനം. എന്തുവാ പ്രസംഗിച്ച് 44-ാം വാക്യത്തിൽ ദൈവവചനം കേൾപ്പാൻ വേണ്ടി 666 ഞാൻ പറഞ്ഞില്ലേ? ആ യോഹന്നാന്റെ സുവിശേഷം 6:66 ഓർത്തിരിക്കാൻ നല്ല. 666 6:66 എന്തോ എഴുതിയിരിക്കുന്നതെന്നറിയാം. തലേദിവസം അപ്പം കഴിച്ച് തൃപ്തരായവർ ഹല്ലേലൂയ സ്തോത്രം വാങ്ങിച്ച് പാടി, വി വാണ്ട് ജീസസ്, യേശുവിനെ ഞങ്ങൾക്ക് വേണം. എന്തോ 6:66 എഴുതിയിരിക്കുന്നത്. അന്ന് മുതൽ അവന്റെ വായിക്കാം, അതൊന്നും മൈക്കി കൂടെ വായിച്ചില്ല, നഷ്ടമാണ്. 6:66 യോഹന്നാൻ 6:66. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. എന്ത് വേണ്ടയോ യേശുവിനെ? അല്ല, വേണം, യേശുവിനെ വേണം, അപ്പം തരാങ്കി വരാം. അന്ന് മുതൽ പുരുഷാരം പോയെന്നല്ല എഴുതിയിരിക്കുന്നേ. തലേ ദിവസം ഈ യേശുവിനെ എനിക്ക് വേണം, യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി പാടിയവര് 6:66 അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ തന്നെ പലരും പിൻവാങ്ങിപ്പോയി. അപ്പൊ യേശു എന്തോ ചെയ്തെന്നറിയാം? ഇന്നിപ്പൊ ഞാനായിരുന്നു പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, സഹോദരന്മാരെ, ഇതിന്റെ അവസാനം ഒരു ചലനം ഉണ്ടാകും. നമുക്കറിയാമല്ലോ ആൾക്കാരെ പിടിച്ചു നിർത്താൻ. കുറച്ചു നേരം കൈയടിക്കാതിരുന്നാൽ നമ്മൾ പെട്ടെന്ന് ഞാൻ കൊളോക്കിയൽ ലാംഗ്വേജ് പറയാ കേട്ടോ, നമുക്ക് അറിയാവുന്ന ഭാഷ പറയാ, കാര്യങ്ങൾ മാറ്റിയൊന്ന് പിടിക്കാൻ നോക്കും. നമ്മൾ എഴുതിക്കൊണ്ട് വന്ന സന്ദേശം ആൾക്കാരിൽ ചിന്തയും പാപബോധവും ഉളവാക്കി അവരിങ്ങനെ ഇരിക്കുക. പക്ഷെ ഈ കൈയടിച്ച് കാണാതെ നമുക്ക് ഇതില്ലല്ലോ. കൈയടിച്ച് കാണാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഇന്ന് ശോഭിച്ചില്ല. ശോഭ അളക്കുന്നത് പറഞ്ഞ വചനത്തിന്റെ വെളിച്ചത്തിലല്ല. പലപ്പോഴും ശോഭിച്ചോ ഇല്ലയോ എന്ന് അളക്കുന്നത് കൈയടിച്ചോ. കൈയടിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞിടെ ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു പാസ്റ്റർ വന്ന് കൺക്ലൂഡ് ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. എന്തോ പറഞ്ഞെന്നറിയാം? ദൈവമക്കളെ, കഴിഞ്ഞൊരു മണിക്കൂർ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു, കൈയടിക്കാൻ നമുക്കൊന്നും കിട്ടിയില്ലേലും കേട്ടത് സത്യമാണല്ലോ, അത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ ചിന്തിച്ച്, എൻ്റെ കർത്താവേ, എവിടെയാ നമ്മുടെ സമൂഹം? എല്ലാവർക്കും, വിളിച്ചവർക്കും തോന്നുന്നത്, കേട്ടവർക്കും തോന്നുന്നവർക്ക്, നിന്നവർക്കും എല്ലാം തോന്നുന്നത്, കൈയടിച്ചില്ലേ, ഒരു ചൈതന്യം വന്നില്ലല്ലോ. വേണ്ട, കൈയടിക്കാൻ നല്ല ആളാ, യേശുവിൻ്റെ അടുക്കലോട്ട് ചെന്നിരുന്നാ മതി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കൈയടിക്കാൻ തോന്നുവോ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കൈയടിച്ചളകാൻ തോന്നുവോ? അവിടെ ഇരുന്ന് ചിന്തിക്കും. അവസാനം യേശു പറയാ, 2 വാതിലുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഒന്ന് വിശാല വഴിയാണ്, മറ്റൊന്ന് ഇടുക്കമുള്ള വഴിയാണ്. ഇടുക്കമുള്ള വഴിയെ, ഞെരുക്കമുള്ള പാതയിലൂടെ നടക്ക്, അവസാനം ജീവൻ കിട്ടും. ഗ്ലോറി പറഞ്ഞ് ഇളകാനൊന്നും തോന്നത്തില്ല. പക്ഷേ ആ വഴി തെരഞ്ഞെടുക്കുന്നവന്റെ ഉള്ളിൽ അന്ന് വരെ അനുഭവിക്കാത്ത സ്വർഗീയമായ ഒരു സന്തോഷം, ഒരു സമാധാനം, അവന്റെ സാഹചര്യത്തിൽ കിട്ടാത്തത്, ഈ പറയുന്ന തെറ്റായ ഉപദേശങ്ങളിൽ കിട്ടാത്തത്, കറക്റ്റായ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോ, നിത്യജീവങ്കലേക്ക് വരുമ്പോ ഉള്ളിൽ അത് വ്യാപരിക്കുമെന്ന്. അപ്പൊ ഈ ആൾക്കാരെല്ലാം പോയി, തലേദിവസത്തെ ആൾക്കാരെല്ലാം പോയി. അപ്പൊ യേശു എന്തോ ചെയ്യുന്നത്? യേശു ചെയ്യുന്നത്, അതെ, ഇന്നലെ ഞാൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അല്ലെ, ഇപ്പൊ നമ്മൾ ചിലപ്പം പറയുന്ന പോലെ നിങ്ങളൊക്കെ നല്ലവരാ, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊന്നും യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞ എന്താണെന്നറിയോ?
ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഈ ലോകത്തിൽ ആരെങ്കിലും ചോദിക്കോ ഇങ്ങനെ? തലേദിവസം ചർച്ചിൽ എത്ര പേരുണ്ട്? 5000 പുരുഷന്മാര്, 5000 കൂടെ ഒരു 12,000 15,000 ആൾക്കാർ. തലേ ദിവസത്തെ ചർച്ചിൽ എത്ര ആൾക്കാരുണ്ട്? കുറഞ്ഞത് 15,000 ആൾക്കാർ. ഫുഡുണ്ട്, മീനുണ്ട്, എല്ലാം കഴിച്ച് ശിഷ്യന്മാരൊക്കെ ഹീറോസ് ആയിട്ട് നടക്കുക. ബെത്സയിദയിലായത്. ഫിലിപ്പോസ് ബെത്സയിദക്കാരനാണ്. അന്ത്രയോസും പത്രോസും ഒക്കെ വീടിപ്പോ ബെത്സയിദയിൽ വെച്ചിരിക്കുക. കബർദോങ്കാരാ, പക്ഷെ ഇപ്പൊ വീടിപ്പോ ഇവരെല്ലാം കൂടെ ഹീറോസ് ആയിട്ട് നടക്കുകയാണ്. ചർച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി നല്ല സമയമാണ്. ആ ചർച്ചിനൊരു പേര് കൊടുക്കും, ബെത്സയിദ ഇന്റർനാഷണൽ മിനിസ്ട്രീസ്. നല്ലതല്ലേ? ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ടെന്റും വലിച്ചു കെട്ടി ഇരിക്കാൻ സ്ഥലമില്ല. 15,000 പേര് അവിടെ ചെന്നാ വിടുതല, ഫുഡും കിട്ടും. അടുത്ത ദിവസം എല്ലാരും തിരിച്ചുപോയി. യേശു ആകെ 12 പേര് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പന്തല്ലാത്ത എത്ര പേരുണ്ട്? 12 പേര്. അതിൽ ഒരാളുടെ കാര്യം നമുക്കറിയാം. ഉള്ളിൽ ഇങ്ങനെ ധ്യാനിച്ചോണ്ടിരിക്കുക ഒരു നല്ല അവസരത്തിന് വേണ്ടി. അതുകൊണ്ട് അവസാന വാക്യത്തിൽ യേശു പന്തിരുവരോട് ചോദിക്കുക, നിങ്ങൾക്കും പോവാ. അയ്യോ പാസ്റ്റർ, പിന്നെ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെട്ട, നിങ്ങൾക്കും പോകാം. അപ്പ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങള് നശ്വരമായ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ കണ്ടിട്ട് നാളെ ഇല്ലാത്ത അപ്പത്തിന് വേണ്ടി അല്ല ഞങ്ങൾ നിങ്ങളുടെ പുറകെ കൂടിയത്. ഞങ്ങൾ മീനിന്റെ ആ വലിയ ഹാർവസ്റ്റ് കണ്ട ദിവസം മീനെല്ലാം മാറ്റിയിട്ട് നിന്റെ പുറകെ വന്നത്. ആ മീനിന്റെ ഒരു കമ്പനി, ഫിഷിംഗ് കമ്പനി തുടങ്ങാനല്ല ഞങ്ങൾ നിന്റെ പുറകെ വന്നത്. ആ മീൻ പിടുത്തത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവം ഞങ്ങളുടെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സേവിച്ച് മുൻപേ അവന്റെ രാജ്യവും നീതിയും ഞങ്ങൾ അന്വേഷിച്ചാൽ ഞങ്ങളുടെ ആവശ്യമെല്ലാം അങ്ങ് നോക്കിക്കോളും. ഞങ്ങളുടെ ആവശ്യം അങ്ങ് നോക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അപ്പോസ്തലന്മാര് പത്രോസ് ഉൾപ്പെടെ തല പോയെന്നവരുടെ യേശുവിന്റെ പുറകെ പോയിട്ട് അപ്പോഴും അവരെ നിർത്തിയത് എന്താ? യേശുവിന്റെ സുരക്ഷിത വലയം ഇല്ലായിരുന്നോ? തലപോയപ്പോഴും പറയുന്നത്, നിത്യ ജീവന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുക, ഞങ്ങൾ യേശുവിനെ വിടത്തില്ല. പന്തലിൽ ഇരിക്കുന്നവർക്ക് പറയാനൊക്കുമോ ഇന്ന് പകൽ? യേശു തരുന്ന എന്തിനോ വേണ്ടിയോ അല്ല, ഈ ലോകത്തിലെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിൽ നശിക്കാത്തൊരു കാര്യം, പാപമോചനത്തിലൂടെ നിത്യജീവൻ ലഭിച്ചത് കൊണ്ട് ഞാൻ യേശുവിനെ വിടത്തില്ല. അപ്പൊ ഗലാത്യ സഭകളിലുള്ളവര് കേട്ടത് പാപമോചനത്തിന്റെ കാര്യമാണ്. അതിനുവേണ്ടി അതൊരു അധ്വാനമാണെന്ന്. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ. പ്രവർത്തികളുടെ പുസ്തകം 13:48 ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. വചനം വേണ്ടായോ? വചനം വേണം. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. വചനം കേൾക്കാൻ വേണ്ടി പട്ടണം വന്നു. 14:3 കേട്ടോ ഈ ഗലാത്യ സ്ഥലങ്ങളിലെല്ലാം സംഭവിച്ചത്. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ അവരെന്തോ ചെയ്തു? പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 14:6 അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ലുക്കമോന്യ പട്ടണങ്ങളിലേക്ക്, ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് ഓടിപ്പോയി. അവിടെ അവരെന്തോ ചെയ്തു? അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ഗലാത്യ സഭകളോട് പറയുക, എന്റെ അധ്വാനം വെറുതെ ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ത് അധ്വാനത്തിന്റെ കാര്യമാ സാറേ പറയുന്നത്? 10 സെന്റ് ഭൂമി വാങ്ങിച്ചത് സർക്കാർ കൊണ്ടുപോകുമോ എന്നുള്ള ഭയമല്ല. ഞാൻ കെട്ടിയ ബിൽഡിങ്ങിന് ക്രാക്ക് വീണു എന്നുള്ള ഭയമല്ല. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ച ദൈവവചനത്തിന് യോഗ്യമാവണ്ണം നിങ്ങൾ നടന്നില്ല എങ്കിൽ ആ അധ്വാനം വെറുതെയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ പ്രാദേശിക സഭകളിൽ നമ്മളെ പലപ്പോഴും ദുഃഖിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ഹോളൊരു മോശമാണ്. ഹോളൊന്ന് നല്ലതായിട്ട് പണിഞ്ഞായിരുന്നേ കുറെ ആള് വന്നേനെ. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പഴയ ഹോള് പൗലോസിന്റെ ശരീരത്തിലെ ബലഹീനത പോലെ അവിടെ ഇരിക്കട്ടെ, അല്ലേ?
പൗലോസിന്റെ ശരീരത്തിൽ ബലഹീനതയുള്ളപ്പോൾ അത് എന്തോ ആയി മാറിയ ആൾക്കാർക്ക് പരീക്ഷയായി മാറി. ഈ ആടെ പ്രസംഗം കേൾക്കണം, ഒരു 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 ഗുമാറില്ലല്ലോ, ഒരു ഗുമ്മില്ലല്ലോ, അതാ അതിൻ്റെ വാക്ക്. അതുപോലെ നമ്മുടെ ഹോള് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുക, ഓ ഇവിടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത്, ഇത് കണ്ടിട്ടൊരു പഴയ കെട്ടിടമാണല്ലോ. അതൊരു പരീക്ഷയായി വരട്ടെ ആൾക്കാർക്ക്. നമ്മൾ കെട്ടിടത്തിൻ്റെ ഭംഗി കാണിച്ചല്ല ആൾക്കാരെ വിളിക്കേണ്ടത്. അങ്ങനെ ഒരു ഭംഗി ഈയിടെ കേട്ടോ, ഈ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ആൾക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത് 5 കോടിയുടെ കെട്ടിടം പണിയണം, 8 കോടിയുടെ കെട്ടിടം പണിയണം, 10 കോടിയുടെ കെട്ടിടം പണിയണം. ഇങ്ങോട്ട് തന്നാട്ട് പൈസ, എല്ലാവരും ഇങ്ങോട്ട് തന്നോട്ട്, ഞാൻ ഒരു കെട്ടിടം പണിയട്ടെ. ഇതൊക്കെ ആരുടെ പേരില്ല? ഇതൊക്കെ എന്തിനാ നമ്മൾ ശ്രമിക്കുന്നത്? ഈ കോടികളുടെ കെട്ടിടം വിട്ടിട്ട് ആൾക്കാർ സഭാചരിത്രത്തിൽ വന്ന് മരത്തിൻ്റെ കീഴയിൽ ഇരുന്നതും വാടക വീട്ടിലിരുന്നതും കടമുറിയിൽ ഇരുന്നതും കെട്ടിടത്തിൻ്റെ ഭംഗിയിൽ വെളിപ്പെടുന്ന മാഹാത്മ്യം കാണാനല്ല, കെട്ടിടത്തിന്റെ ഭംഗി കണ്ടോണ്ടല്ല ആൾക്കാർ നമ്മുടെ ലോക്കൽ സഭയിൽ വരേണ്ടത്. അവിടെ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട്, വചനത്തിലൂടെ വിടുതലുള്ളത് കൊണ്ട്, അവിടെ പാപമോചനമുള്ളത് കൊണ്ട്, അവിടെ അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ട്, അവിടെ നിത്യജീവൻ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, നമ്മുടെ സഭകൾ വളരുവാൻ പോകുകയാണ്. എങ്ങനെ വളരുവാൻ പോകുകയാണ്? നമ്മുടെ മിടുക്കുകളിലല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയിലല്ല. വചനം പ്രസംഗിക്കുന്നിടത്ത് ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി വരികയും ബിൽഡിങ്ങിന്റെ മനോഹാരിതയിലല്ല, അവിടുത്തെ ദൈവത്തിന്റെ കൃപയിൽ കുറെ ആളുകളെ ദൈവത്തിന് ചേർക്കാനുണ്ട് നമ്മുടെ സഭകളിൽ. ഇത് വ്യക്തമായി അറിയാവുന്ന പൗലോസിനെ ഭയപ്പെടുത്തിയത് ഇതൊന്നുമല്ല. ഇന്നിപ്പം നമ്മുടെ ഭയം മൊത്തം, അയ്യോ ആ 12 സെന്റ് കേസിലാണ്, ഇപ്പം കേസ് അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ ഭയം. നമ്മുടെ ഭയം, അയ്യോ ഇതൊന്ന് മാറ്റിയൊന്ന് റൂഫൊന്ന് മാറ്റിയായിരുന്നെങ്കിൽ. റൂഫ് മാറ്റുന്നത് നല്ലതാ, സുരക്ഷിതമായിട്ടിരിക്കാമല്ലോ. പക്ഷെ ഇതിനെക്കാട്ടിലെല്ലാം വലിയ ഭയമാണ് അകത്തിരിക്കുന്നവർക്ക് സുവിശേഷത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ട, സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഭാരം നഷ്ടപ്പെട്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പലരുടെയും ലോക്കൽ സഭകളിൽ സ്നാനം നടന്നിട്ട് മാസങ്ങളായി കാണത്തില്ലേ? സുവിശേഷം പറയുവാൻ പണ്ടത്തേതുപോലെ ആഗ്രഹമില്ലാതെ, സുവിശേഷം കവലയിൽ നിന്ന് ഘോഷിക്കാൻ ലജ്ജ പിടിച്ചവരെ പോലെ മാറി നിൽക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലോക്കൽ സഭകളായി സംഘടനയായി ദൈവം നമ്മളെ വിളിക്കുന്നു. സുവിശേഷീകരണത്തിന് ഇതുവരെ ചെയ്തതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാൻ. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് അവർ യെരൂശലേം മുഴുവൻ ഉപദേശം കൊണ്ട് നിറച്ചതുപോലെ ഈ പ്രദേശങ്ങളിൽ സത്യ സുവിശേഷം കൊണ്ട് നിറപ്പാനായി, ദൈവവചനം പ്രസംഗിപ്പാനായി, നിർമ്മല സുവിശേഷത്തിന്റെ സാക്ഷികളായി ഈ തലമുറയിൽ ഈ ദൈവസഭയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം അതാകട്ടെ, അവരെ കുറിച്ചുള്ള ഭയം അതാകട്ടെ. ദൈവമേ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു, അതിൽ ഒരാളെ എങ്കിലും വചനം പ്രസംഗിക്കുന്ന ഒരാളാക്കി ദൈവം തെരഞ്ഞെടുക്കണമേ. അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നെന്ന് ഇന്ന് പോയി. ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ സുവിശേഷ പ്രസംഗം കേട്ടപ്പോ, അതിൻ്റെ മാഹാത്മ്യം പ്രസംഗവേദിയിൽ കേട്ടപ്പോ, നിങ്ങളുടെ തലമുറകളിൽ ഒരാളെയെങ്കിലും യേശുവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തെന്ന് പറയുമ്പോൾ, അവിടെ ഇരുന്നുകൊണ്ട് ഉദരത്തിലുള്ള കുഞ്ഞിനെ സമർപ്പിച്ച മാതാക്കൾ നമ്മുടെ സംഘടനകളിലും സമൂഹത്തിലും ഉണ്ടായിരുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചവർ, വളർന്നു വന്നപ്പോ പായിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഉറങ്ങിക്കിടന്നപ്പോ കണ്ണുനീര് കാലിൽ വീണ് ഞെട്ടി എഴുന്നേറ്റൊരു സമൂഹം. ആ സമൂഹത്തിലാണ് ഇപ്പോ അവനൊരു എഞ്ചിനീയറായി കാണാനാണ് എൻ്റെ ആഗ്രഹം. എഞ്ചിനീയർ ആകുന്ന മോശമല്ല, ഡോക്ടർ ആകുന്നത് മോശമല്ല, ഇതെല്ലാം നല്ല പ്രൊഫഷനാ. ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതിനു വേണ്ടിയുള്ള ആളിനെ വേണം. നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ ഈ നശ്വരമായ ലോകത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ടെന്നും യേശുവിനെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു വലിയ ഉദ്യോഗമാണെന്നുള്ള തിരിച്ചറിവുള്ളവരെ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. വചനം പ്രസംഗിക്കാൻ വേണ്ടി, ലജ്ജ കൂടാതെ മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറയാൻ വേണ്ടി, പാപമോചനത്തിന്റെ സദ്വർത്തമാനം വിളിച്ചു പറയാൻ വേണ്ടി എന്റെ തലമുറയിൽ ഒരാളെ വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇതിനകത്ത്?
നിങ്ങളുടെ ആഗ്രഹത്തെ, നല്ല ആഗ്രഹത്തെ ദൈവം കാണും. അവരെ അതിനായി ഒരുക്കുക. അപ്പോഴേ 4:11 ഏകദേശം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. 4:11 പൗലോസേ എന്താ ദുഃഖം, എന്താ ഒരു ഭയങ്കര ഭയം, പാസ്റ്റർ മുഖത്ത് ഭയങ്കര ടെൻഷനാണല്ലോ. ടെൻഷന്റെ കാരണം ഇതാ, കസാര പോകുമെന്നുള്ള ടെൻഷനല്ല, വീടിന്റെ അവസ്ഥയുടെ ടെൻഷനല്ല, എന്റെ അധ്വാനം വെറുതെ ആയി പോമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തധ്വാനമാ? വചനത്തിന്റെ അധ്വാനം, ഉപദേശത്തിന്റെ അധ്വാനം. അപ്പോ എന്ത് സംഭവിച്ചു ഇവർക്ക്? പൗലോസിന് എന്തേലും അറിവ് കിട്ടിയോ? ഈ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതേ, കർത്താവ് പൗലോസിന് പല കാര്യങ്ങളും സഭകളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നതുണ്ട്, സഭകളുടെ അകത്തുള്ളവർ പൗലോസിനോട് പറയുന്നതുമുണ്ട്. രണ്ടുമുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പലപ്പോഴും മടിയായിരിക്കും. രണ്ടാമത്തെ കാര്യം ദൈവം വെളിപ്പെടുത്തി തന്നു പറഞ്ഞാൽ ഓക്കെ, ആരെങ്കിലും പറഞ്ഞാൽ ഓ അത് അറിഞ്ഞോണ്ടല്ലേ പറയുന്നത്. കൊരിന്ത് ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൊരിന്ത് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന്. ആര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞേ? ക്ലോവയുടെ ആളുകൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആരാ ക്ലോവയുടെ ആളുകൾ? സഭയ്ക്കകത്തുള്ള ഒരു ഭവനമാണ്. ഇങ്ങനെ ദൈവം എല്ലാ സഭകളിലും ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുള്ളവരാണെന്നറിയാമോ? അവര് ദർശനത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ, വിശുദ്ധിയിലും പ്രമാണത്തിലും ദൈവകൃപയിലും നിൽക്കണമെന്ന ബോധവും സമർപ്പണവും ഉള്ളവർ. അപ്പൊ ഇത് എങ്ങനെയാ? ഗലാത്യ സഭകളെ കുറിച്ച് തനിക്ക് അറിവ് കിട്ടിയോ? അറിവ് കിട്ടിക്കാണും. ആരിൽ നിന്നാ കിട്ടിയതെന്ന് വ്യക്തമായി അറിയില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം നടന്നു. 1-ാമത്തെ വാക്യത്തിലുണ്ട്, താൻ ഭയപ്പെടുന്നത് എന്താ? എൻ്റെ വചനം, എൻ്റെ ഉപദേശം വെറുതെ ആയി പോകുമോ? എന്ത് സംഭവിച്ചവിടെ? 1-ാമത്തെ വാക്യം വായിക്കാമോ? ഗലാത്യ ലേഖനം 1-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അയ്യോ, ആരാ പാപമോചനത്തെ കുറിച്ച് പറഞ്ഞത്? പൗലോസ്. മാസങ്ങളായതേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 13-14 മിഷണറി ജേണി കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. 5 വർഷമായില്ല, 2 വർഷമായില്ല, മാസങ്ങൾ. അത്ഭുതം കണ്ടായിരുന്നോ? കണ്ടു. അഭിഷേകം ഉണ്ടോണ്ട് ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ തെറിക്കുക, ചെല്ലു പറയുന്ന പോലെ. ഇതെല്ലാം ഉണ്ട്. 3-3 നമ്മൾ കണ്ടു, അഭിഷേകമുണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 13-14 കണ്ടു, പാപമോചനവും നിത്യജീവനും. ഇതെല്ലാം കേട്ടു, വചനം കേട്ട് വന്നവരാ. ആരാ? പാസ്റ്റർ അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ പാസ്റ്റർ പ്രസംഗിച്ചു, വീര്യപ്രവൃത്തി കഴിഞ്ഞ് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. എന്തോ സംഭവിച്ചു അവിടെ? നിങ്ങൾ ഇത്ര ക്ഷണത്തിൽ, 1-6 പറയുന്നേ, 1-6, ഇത്ര ക്ഷണത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. 4:11 എന്തായിരുന്നു വികാരം? കണ്ടോ? പിന്നെയും നോക്കണം. ഒരാൾ മാത്രമേ പുറകിന്ന് പറഞ്ഞുള്ളൂ കറക്റ്റായി. 4:11 പേടി, ഭയപ്പെടുന്നു. 4:20 വിഷമം. 1-6 ആശ്ചര്യം, സർപ്രൈസ്ഡ്. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ചെല്ലൊക്കെ, എടാ നീയാ ഇത് കാണിച്ചതെന്ന് എനിക്ക് അതിശയമാണ്, നീ ഇത് ചെയ്യുമോ? ആശ്ചര്യം, ഫുൾ ഓഫ് ഇമോഷൻസ്. എന്താ പൗലോസെ ആശ്ചര്യം? ആരെല്ലാം സഭയിൽ നിന്ന് പോയോ? ആരും പോയില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, അയ്യോ പാസ്റ്ററെ ഓർക്കുന്നുണ്ടോ, അന്ന് ആ ഫ്രണ്ടിൽ ഇരുന്നൊരു കുടുംബത്തെ ഓർക്കുന്നുണ്ട്? ആ ഇപ്പം നമ്മുടെ കൂടെ അല്ല അവര്. അയ്യോ ആണോ? ആശ്ചര്യം അല്ലേ? ഓർക്കുന്നില്ലേ പാസ്റ്ററെ കഴിഞ്ഞ ദിവസം ആ കല്യാണം കണ്ടായിരുന്നു? അവര് വേർപിരിഞ്ഞു കേട്ടോ. അയ്യോ നേര് പറ. ആശ്ചര്യം. ഇതൊന്നും അല്ല ഇവിടത്തെ ആശ്ചര്യം. ഇവിടത്തെ ആശ്ചര്യം എന്താ? എല്ലാരും കുട്ടപ്പനായിട്ട് വെള്ളയിട്ട് അവിടെ വന്നിരിക്കുക. സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടു. അന്യഭാഷ ഉണ്ട്, പക്ഷെ എന്തോ ഇല്ല, സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായ ബോധമില്ല. അപ്പൊ എന്തുവാ കേട്ടത് കറക്റ്റ് ആയിരുന്നു. കേട്ടത് കൊത്തിക്കൊണ്ടുപോയി വേറെ പാകി.
അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇച്ചിരി നേരം നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതായിരിക്കും ഇതൊന്ന് കേൾക്കാൻ. എന്തുവാ പ്രിയ ദൈവമക്കളെ യഥാർത്ഥ സുവിശേഷം? യഥാർത്ഥ സുവിശേഷം എന്തുവാന്ന് മനസ്സിലാക്കിയാലേ മറ്റൊരു സുവിശേഷം എന്താന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ, അല്ലേ? ഈ റിസർവ് ബാങ്കിലും ഒക്കെ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിക്കുന്നവരെ ആദ്യം അഭ്യസിപ്പിക്കുന്നത് സത്യനോട്ടുമായിട്ട് വിരലുകൾ ശീലിപ്പിച്ച. സത്യനോട്ട്, ഫേക്ക് നോട്ടല്ല, കറക്റ്റായ കറൻസി എണ്ണിക്കൊണ്ട് ഇങ്ങനെ വിരലുകളെ അഭ്യസിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളം കയറിയാൽ പെട്ടെന്ന് അവർക്കറിയാം. ഇങ്ങനെ കൈ ഇങ്ങനെ എപ്പോഴും സത്യത്തെ തൊട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് കയറ്റിയാൽ ഈ 500 മാറ്റി വെക്കും, അടുത്ത 500 മാറ്റി വെച്ചു. അവർ നോക്കുന്ന പോലും ഇല്ല. എങ്ങനെ അറിയാം? സത്യത്തെ തൊട്ട് കയ്യില്ലാത്ത കള്ളം കയറുമ്പോൾ അപ്പം അറിയാം. മറ്റൊരു സുവിശേഷം അറിയണമെങ്കിൽ ആദ്യം എന്തോ അറിയണം? സത്യസുവിശേഷം എന്തുവാ? ബൈബിളിൽ കുറെ അധികം വാക്യങ്ങളുണ്ട് എന്താ സുവിശേഷം എന്നുള്ളത്. എനിക്കറിയാം, ഒരു സഭാ ആരാധനയിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് സുവിശേഷ യോഗമല്ല, ഇത് വേർപെട്ട സമൂഹത്തിന്റെ സഭായോഗമാണെന്നറിയാം. വെളിയിൽ ആൾക്കാർ സുവിശേഷം കേൾക്കേണ്ടതുപോലെ സഭയ്ക്കകത്തും കേൾക്കേണ്ട കാലമായി. ഗലാത്യ ആൾക്കാർ സഭയായിരുന്നോ അല്ലയോ? സഭയോടാ പറയുന്നത് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. ഞാൻ ഈയിടെ ഒരിടത്ത് ചെന്ന് മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചു. 2 സെഷനായിരുന്നു. 1ാം സെഷൻ കഴിഞ്ഞപ്പം പാസ്റ്റർ വന്ന് പറഞ്ഞു, ജോ പാസ്റ്ററെ മൊത്തം വിശ്വാസികളാ കേട്ടോ. അപ്പൊ ഞാൻ ഒരു നിമിഷത്തേക്ക്, കർത്താവിൻ്റെ ഉള്ളിൽ നിയോഗം തന്നത് മാനസാന്തരത്തെ കുറിച്ച് സംസാരിക്കാനാ, പക്ഷെ ആള് വന്ന് പറയുന്നു അടുത്ത സെഷൻ എല്ലാം വിശ്വാസികളാ, മാനസാന്തരം വെളിയിലുള്ളവർക്കല്ലേ. ഒരു നിമിഷമേ എടുത്തുള്ളൂ, വെളിപ്പാട് പുസ്തകത്തിന്റെ പേജുകൾ എൻ്റെ മനസ്സിൽ മറിയുക. മാനസാന്തരം ആരോടാ പറഞ്ഞത്? സഭയോട്. സഭ 1, 2, 3 സഭകളെല്ലാം മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന്റെ ദൂത് വെളിയിലുള്ളവർക്ക് മാത്രമല്ല, അകത്തുള്ളവർക്കും മാനസാന്തരം കേൾക്കണം. ഇതുപോലെ സുവിശേഷം എന്തുവാന്ന് വെളിയിലുള്ളവരോട് മാത്രമല്ല മൈക്കും കോളാമ്പിയും കെട്ടി പറയേണ്ടത്, അകത്തുള്ള നമുക്കും വ്യക്തത വേണമെന്ന്. എന്തുവാ യഥാർത്ഥ സുവിശേഷം? 1 പത്രോസ് 4:17 ഞാൻ ഒരു വാക്യവും വായിക്കത്തില്ല, റെഫറൻസുകൾ മാത്രം പറയും ഈ സുവിശേഷം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 1 പത്രോസ് 4:17 ദൈവത്തിന്റെ സുവിശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് 1:1 യേശുവിന്റെ സുവിശേഷം. അപ്പൊ ഇത് മനുഷ്യരുടെ ആലോചനയിൽ വല്ലതും ഉണ്ടായതാണോ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷമായത്, യേശു കർത്താവിന്റെ സുവിശേഷം. എഫേസ്യ ലേഖനം 1:13 രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമായത്. എന്തുവാ സുവിശേഷം? ദൈവത്തെക്കുറിച്ചുള്ള, രക്ഷയെക്കുറിച്ചുള്ള, യേശുവിനെ കുറിച്ചുള്ള. എഫേസ്യ ലേഖനം തന്നെ 6:15 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. എന്തുവാ സമാധാന സുവിശേഷം? ഉള്ളിക്കിട്ടുന്ന സമാധാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി. സുവിശേഷത്തിലൂടെ എന്തോ കിട്ടും? എനിക്ക് ബന്ധം. ആരുമായിട്ട്? ജീവനുള്ള ദൈവവുമായി. എഫേസ്യ ലേഖനം 2:1 പറയുന്നത് പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ. 4:17 മുതലുള്ള വാക്യത്തിൽ ദൈവത്തിന്റെ ജീവനുമായി അകന്നു കിടന്നവരായിരുന്നു നമ്മൾ. കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിന്റെ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, നിരപ്പുണ്ടായി എനിക്ക് ദൈവവുമായിട്ട് സുവിശേഷത്തിലൂടെ. എനിക്ക് വേർവിട്ട ബന്ധം യേശു കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവം എന്നെ നോക്കി പറയുന്നു, നീ എൻ്റെ മകൻ. സുവിശേഷം അറിയുന്നതിന് മുമ്പ് സ്വർഗം എന്നെ നോക്കി പറയുന്നത് അനുസരണക്കേടിന്റെ മകൻ. ക്രോധം, ദൈവത്തിന്റെ ക്രോധം എൻ്റെ മേൽ വന്ന് നിന്ന അവസ്ഥയിൽ സുവിശേഷത്തിലൂടെ എനിക്ക് സ്നേഹം വന്നു. എൻ്റെ മേളിലോട്ട് ക്രോധം പോയി, സ്നേഹം വന്നു. അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി മാറി. വെറുക്കപ്പെട്ട് ദൈവവുമായി ബന്ധമില്ലാത്തവർ ഇപ്പൊ ദൈവവുമായി ആത്മാവിലൂടെ ഒരു സംസർഗം കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടി. എന്താ സുവിശേഷം ചെയ്തത്? പ്രവർത്തികളുടെ പുസ്തകം 20:24 ഇതിനെ ദൈവകൃപയുടെ സുവിശേഷം എന്നാ വിളിക്കുന്നത്. ദൈവത്തിന്റെ കൃപ രുചിച്ചറിയുന്ന സുവിശേഷം.
1 കൊരിന്ത്യർ 15:3-4 ആ വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ ഏറ്റവും നല്ലൊരു നിർവചനം. അത് ഞാൻ വായിക്കാൻ പോകുക. ഈ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൃപയുടെ സുവിശേഷം, യേശു കർത്താവിന്റെ സുവിശേഷം, നിരപ്പിന്റെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം എന്നെക്കുറിച്ചല്ല, നിങ്ങൾ ആരെങ്കിലുമായി തീരുന്ന കാര്യമല്ല, നിങ്ങളുടെ രോഗം മാറുന്നതിനെ കുറിച്ചല്ല, നിങ്ങൾ വീട് വെക്കുന്നതിനെ കുറിച്ചല്ല. യേശു കർത്താവ് തിരുവഴുത്തിൻ പ്രകാരം നമുക്ക് വേണ്ടി മരിച്ച് തിരുവഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ദൈവവുമായി ബന്ധം കിട്ടി ആ ക്രൂശിലെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾ കഴുകി പ്രായച്ചിത്ത മരണത്തിലൂടെ ആ പകരമരണത്തിലൂടെ എനിക്ക് നിത്യജീവനും ദൈവ കുടുംബത്തിലേക്കുള്ള പ്രവേശനവും കിട്ടി. അതാ സുവിശേഷം. അതുകൊണ്ടാ കൊലോസ്യ ലേഖനം 1:3 ഈ സുവിശേഷത്തിനൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സുവിശേഷത്തിന്റെ സത്യവചനമെന്ന്. ഗലാത്യ സഭകളുടെ പ്രശ്നം എന്താ? അവരെന്തിലേക്ക് മാറി? മറ്റൊരു സുവിശേഷം. എന്താ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ ഒരാൾക്ക് ലഭിക്കേണ്ടത്? സത്യസുവിശേഷത്തിലൂടെ എന്ത് കിട്ടും? എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധം കിട്ടും, പാപക്ഷമ കിട്ടും. ദൈവവുമായി ബന്ധം കിട്ടിയവർക്ക്, പാപക്ഷമ കിട്ടിയവർക്ക്. 3-ാമതൊരു കാര്യം, കൊലോസ്യ ലേഖനം 1:3 സുവിശേഷത്തിന്റെ സത്യവചനമായി മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എന്തോ കിട്ടി സുവിശേഷത്തിലൂടെ? ദൈവവുമായി ബന്ധം കിട്ടി, പാപമോചനം കിട്ടി, പ്രത്യാശ കിട്ടി. കൊലോസ്യ ലേഖനം 1:23 പറയുന്നത്, ഈ പ്രത്യാശയിൽ നിന്ന്, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, നമ്മളെല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിച്ചു. എന്ത് സുവിശേഷമായിരുന്നു അത്? എനിക്ക് ദൈവവുമായി ബന്ധമില്ല, എനിക്ക് ബന്ധം കിട്ടി. ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപം സുവിശേഷത്തിലൂടെ, യേശുവിൻ്റെ സദ്വർത്തമാനത്തിലൂടെ പാപം മോചിക്കപ്പെട്ടു. ദൈവ കുടുംബത്തിന്റെ വെളിയിലായിരുന്ന എന്നെ ഇപ്പൊ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് കയറ്റി മക്കളാക്കി അവകാശികളാക്കി മാറ്റി. ഇതിൻ്റെ പ്രൂഫായി, ഇതിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കാരമായി ആത്മാവെന്ന അച്ചാരവും എനിക്ക് കിട്ടി. എനിക്ക് ഉറപ്പാണ് ദൈവ കുടുംബത്തിലേക്ക് എന്നെ ചേർത്തു എന്നുള്ളത് ഒരു മനുഷ്യൻ പറഞ്ഞത് കൊണ്ടല്ല, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എനിക്കറിയാം എന്നെ ആ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. യേശു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന്. ഇത്രയും അനുഭവമുള്ള ഒരാള് തൻ്റെ ജീവിതത്തിൽ നോക്കി പാർക്കുന്നത് സുവിശേഷത്തിലൂടെ തനിക്ക് ലഭിച്ചത് ഒരു പ്രത്യാശയാണ്. എന്ത് പ്രത്യാശയാ? ഈ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യ ഫലമായാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് പറഞ്ഞാൽ, ഈ ഉയർത്തെഴുന്നേറ്റത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവരും മരണത്തെ തോൽപ്പിക്കുന്നവരായി മാറും. ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നു, എന്നിൽ വിശ്വസിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും എന്ന് യേശു വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രത്യാശയാ. എന്ത് പ്രത്യാശ? കർത്താവിന്റെ നാളിൽ കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ ആ വലിയ പ്രഭാതത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കാരണം ദൈവവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, അവരുടെ പാപം മോചിക്കപ്പെട്ടു, അവരിൽ നിത്യജീവനുണ്ട്, അവർ ദൈവത്തിന്റെ മക്കളാണ്, അവർക്ക് പ്രത്യാശയുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സുവിശേഷത്തിന്റെ പ്രത്യേകത, അതിനകത്തെ വിശ്വാസം, അതിൻ്റെ പ്രത്യേകമായ സ്വഭാവം. ഈ സുവിശേഷം വിശ്വസിച്ചവർ, പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനം 1:27 സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. എഫേസ്യ ലേഖനം 4:1 സുവിശേഷം വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല, അത് പാടാൻ മാത്രമുള്ളതല്ല, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം എന്ന് പറഞ്ഞാൽ ബന്ധമുള്ളവനെ പോലെ നടക്കണം.
പാപം മോചിക്കപ്പെട്ടവനെ പോലെ വേണം നടക്കാൻ. പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കരുത്. പ്രത്യാശ ഉള്ളവനെ പോലെ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. അപ്പൊ ഇത്രയുമൊക്കെയാ സത്യസുവിശേഷമെങ്കിൽ കള്ളസുവിശേഷം എന്തുവാ? കള്ളസുവിശേഷം ഈ പറഞ്ഞ ഒരു കാര്യവും അവിടെ ഇല്ല. ഏതില്ല? പ്രത്യാശയുടെ കാര്യമല്ല പറയുന്നത്. പാപവും പാപക്ഷമയുടെ കാര്യമല്ല പറയുന്നത്. നിനക്കായി ഒരു വീട് അവിടെ ഒരുക്കുന്നു, അതല്ല പറയുന്നത്. പിന്നെന്തോ പറയുന്നത്? പിന്നെ പറയുന്നത് ഇവിടത്തെ വീട്. ഈയിടെ ഒരാൾ പറയുന്ന കേട്ടു, ഞാനിപ്പോ താമസിക്കുന്നത് കേരളത്തിലെ ധനികരായവർ താമസിക്കുന്ന സ്ട്രീറ്റിലാണ്. എൻ്റെ യേശു എത്ര നല്ലവരാണ്. ഈ യേശുവിൽ വിശ്വസിച്ചാൽ നീയും സമ്പന്നനാകും. ഈ ബൈബിൾ പറയുന്നത് 2 കൊരിന്ത്യർ 11:3 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ ഒരു ഭയമുണ്ടായിരുന്നു കൊരിന്ത ആൾക്കാരെ കുറിച്ച്. എന്തായിരുന്നു ഭയമെന്നറിയാമോ? ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ, സഭയെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4:1 ഗലാത്യ ലേഖനത്തിലും എന്തുവാ? ഭയം. ഭയം. കൊരിന്ത് ലേഖനത്തിലും ഞാൻ ഭയപ്പെടുന്നു. എന്താ ഭയം? എന്താ ഭയം എന്ന് ചോദിച്ചാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മറ്റൊരേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. ഈ ബൈബിൾ പറയുന്നു മറ്റൊരേശു ഉണ്ട്. മറ്റൊരേശുവോ? യഥാർത്ഥ യേശു പറയുന്നു, എന്റെ അടുക്കവാ, ഞാൻ പാപം ക്ഷമിക്കാം, ഞാൻ നിത്യജീവൻ തരാം. മറ്റൊരേശു പറയുന്നു, എന്റെ അടുക്കവാ, ഞാൻ വീട് തരാം, വണ്ടി തരാം. യഥാർത്ഥ സുവിശേഷം പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്ക് സഹോദര, നിനക്ക് പ്രത്യാശ ഉണ്ടാകും. മറ്റൊരു സുവിശേഷം പറയും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്ക് ഇന്ന് വീട് കിട്ടും. മറ്റൊരാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ അത് പരിശുദ്ധിയിലേക്ക് നയിക്കും. മറ്റൊരാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ നമ്മൾ ആടും തുള്ളും വിശുദ്ധിയിൽ വരാതെ അശുദ്ധിയിൽ പിന്നെയും രസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാത്മാവ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധിമതികളും എല്ലാവരും കേൾക്കണമേ. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടത്, നമ്മളെ വിഷമിപ്പിക്കേണ്ടത് ഈ ബൈബിള് തന്നെ എടുത്തുകൊണ്ട് മറ്റൊരു സുവിശേഷം പ്രസംഗിച്ച്, മറ്റൊരേശുവിനെ പ്രചരിപ്പിച്ച്, മറ്റൊരാത്മാവിനെ കൊടുത്ത് ദൈവമക്കളെ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന ഒന്നല്ല രണ്ടല്ല, അങ്ങനെയുള്ള ധാരാളം ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്നത്തെ ഈ സഭാരാധനയിൽ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ തലമുറയിൽ സത്യസുവിശേഷത്തിന് വേണ്ടി, പാപം മോചിക്കുന്ന യേശുവിന് വേണ്ടി, പ്രത്യാശയിലേക്ക് പോകാൻ വേണ്ടി, നിത്യതയിലേക്ക് പോകാൻ വേണ്ടി. അത് പറയുമ്പോ സന്തോഷിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? രോഗം വരത്തില്ല എന്നുള്ളതല്ല സുവിശേഷം. രോഗം വന്ന് മരണപ്പെട്ടാലും ഉയർപ്പിക്കുമെന്നുള്ളതാണ് സുവിശേഷം. സ്വന്തം വീട് കിട്ടുമെന്നുള്ളതല്ല സുവിശേഷം. വാടക വീട്ടിൽ കിടക്കേണ്ട വന്നാലും, നീ എവിടെ ഇരുന്നാലും, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ സ്വർഗം തുറന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതാ സുവിശേഷം. കാരാഗ്രഹങ്ങൾ ഇല്ല എന്നുള്ളതല്ല സുവിശേഷം. എന്നിൽ വിശ്വസിക്കുന്നവന് കഷ്ടത ഇല്ല എന്നല്ല യേശു പറഞ്ഞത്. എന്നോട് ഇത് ചെയ്തെങ്കിൽ നിങ്ങളോട് ഇതിനപ്പുറം ചെയ്യും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്ന് യേശു പറഞ്ഞിട്ട് അതുകൊണ്ട് നിന്നില്ല. എങ്കിലും ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ കഷ്ടതയുടെ നടുവിൽ വിളിച്ചു പറയണം, സുവിശേഷത്തിന്റെ പ്രത്യാശയുള്ളവൻ വിളിച്ചു പറയണം. കഷ്ടത ഇല്ല എന്നല്ല. ഒരു ഭക്തൻ പാടിയതുപോലെ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിന്റെ ഘനമോർത്താൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ ഇത് സാരമില്ല. പൗലോസിനെ ഭയപ്പെടുത്തിയത് ഇതാണെന്ന്. എന്റെ അധ്വാനം വെറുതെ ആയി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. എന്ത് സംഭവിച്ചു പൗലോസെ? ഗലാത്തിയിൽ ആൾക്കാരെല്ലാം പോയോ? സഭയിലൊന്നും ആളില്ലേ?
പൗലോസ് പറയുന്നു സഭ ഇടിച്ചാളാ, പന്തല് കവിയുന്നു. പക്ഷെ എൻ്റെ ഭയം ഇവന്റെ ഉള്ളിൽ നിത്യതയാണോ അതോ ഭൗതികമാണോ? ഇവന്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹമാണോ അതോ പണക്കൊതിയാണോ? ഇവൻ യേശുവിനെ ഒരു മിറക്കിൾ വർക്കറായി, ഒരു അത്ഭുത സിദ്ധിക്കാരനായി തരം താഴ്ത്തിയോ അതോ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണോ ഇവൻ ജീവിക്കുന്നത്? യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭരിക്കുക, നമ്മളെ ആ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ വന്ന് നമ്മുടെ വസ്ത്രധാരണം മുതൽ നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ ഏത് ജോലി ചെയ്യണം, നമ്മൾ ആരെ വിവാഹം കഴിക്കണം, ഇതെല്ലാം നമ്മൾ ഒരാളുടെ ആലോചന പ്രകാരം മാത്രം ചെയ്യുന്ന സുവിശേഷത്തിന്റെ ശക്തി. വിവാഹ ആലോചന വരുമ്പോ എല്ലാ പണക്കാരാ, ഇതല്ല സുവിശേഷം വിശ്വസിച്ച ഒരാൾ പറയുന്നത്. പണമല്ല അവർക്ക് വലുതായി തോന്നുന്നത്, വിദ്യാഭ്യാസമല്ല അവർക്ക് വലുതായി തോന്നുന്നത്. ഒരു വിവാഹ ആലോചന വരുമ്പോ സുവിശേഷത്തിന്റെ വിത്ത് വീണ ഒരാൾ പറയും, എല്ലാറ്റിനെക്കാട്ടിൽ ഉപരി എന്നെ ഈ വ്യക്തിയിലേക്ക് ആകർഷിക്കുന്നത് വേറൊന്നുമല്ല, നിത്യജീവനുള്ള ഒരു വ്യക്തിയായെന്ന് സംസാരിക്കുമ്പോൾ എനിക്കറിയാം, എനിക്ക് പ്രത്യാശയുള്ള ആളെ ദൈവമേ തരണമേ, എനിക്ക് ഭക്തിയുള്ള ഒരാളെ ദൈവമേ തരണമേ, വചനത്തിൽ വിശ്വസിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന ഒരാളെ കൂടെ എനിക്ക് ജീവിക്കണം. കള്ള സുവിശേഷകർ കൂടിയിരിക്കുന്നു. മറ്റൊരു സുവിശേഷം സത്യസുവിശേഷത്തെക്കാട്ടിൽ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സത്യസുവിശേഷത്തിന്റെ വേഗത്തിൽ പടരാൻ കാരണം കള്ളസുവിശേഷത്തിൽ കൂടുതലും അത്ഭുതങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പാപമോചനത്തെ കുറിച്ചല്ല പറയുന്നത്. അത്ഭുതം, യേശു ഒരിടത്ത് പോലും അത്ഭുതത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നില്ല. അത്ഭുതം ചെയ്തിരുന്നു, പക്ഷെ അത്ഭുതത്തെക്കുറിച്ച് പ്രസംഗിച്ചില്ല. ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിലായി പോയവർ, ബലഹീനരായിട്ടുള്ളവർ, അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങി വാ കടം മാറും, ഇങ്ങി വാ രോഗം മാറും, ഇത് പറഞ്ഞ് വിളിക്കുമ്പോ എന്നാ എന്തേലും ആകട്ടെ എന്ന് പറഞ്ഞ് അവസാന 50 രൂപയും എടുത്ത് അവർ ഓഫറിങ്ങിൽ ഇടുക, എന്തെങ്കിലും എനിക്ക് കിട്ടണമേ. യേശു ഇവരെ നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആടുകളിൽ ഇടയനില്ലാത്ത ആടുകൾ, എടങ്കൈ വലങ്കൈ അറിയാതെ മതത്തിന്റെ ചൂഷണത്തിന് ഇരയായ ഒരു ആടുകൾ. ഈ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഉണ്ട് ചൂഷണത്തിനിരയായ ആടുകൾ. അവരുടെ ഉള്ളിൽ യേശുവിനോട് സ്നേഹമുണ്ട്, പക്ഷെ അവരെ വഴി നടത്താൻ വേണ്ടി യഥാർത്ഥ ഇടയന്മാരില്ല. കുറെ ഇടയന്മാരുണ്ട്, അവർ ആടുകളുടെ വേഷം ധരിച്ചിരിക്കുകയാണ്, അവരുടെ ഉള്ളിൽ അവർ കൊടിയ ചെന്നായ്ക്കളാണ്. ഇവരുടെ ഓഫറിംഗ് എടുത്ത് മുന്തിയ തരം വണ്ടികൾ വാങ്ങിച്ച് കോടിക്കണക്കിന് വീടുകൾ സമ്പാദിച്ച് റബ്ബർ തോട്ടങ്ങൾ സമ്പാദിച്ച് എങ്ങനെയെങ്കിലും 4 പുത്തനുണ്ടാക്കാൻ സുവിശേഷത്തിന്റെ കച്ചവടക്കാരായി തീർന്ന ഒരു കൂട്ടം ആളുകൾ വേദികൾ നിറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഉണരണമേ, നമ്മളെ അസ്വസ്ഥതപ്പെടുത്തട്ടെ, നമ്മളെ ഭയപ്പെടുത്തട്ടെ, എന്റെ യേശുവിനെ തരം താഴ്ത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. സുവിശേഷത്തിന്റെ സത്യവചനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. ഇതിന്റെ പ്രത്യാശയിലേക്ക് വരുവാൻ, നിത്യജീവന്റെ സന്തോഷത്തിലേക്ക് വരുവാൻ സമൂഹമേ, വ്യക്തികളെ, കുഞ്ഞുങ്ങളെ യഥാർത്ഥ സുവിശേഷത്തിലേക്ക് മടങ്ങി വരൂ. ആടുകളുടെ വേഷം ധരിച്ച കൊടിയ ചെന്നായി എന്ന് പറഞ്ഞാൽ, ആടിന്റെ വേഷം എന്ന് പറഞ്ഞാൽ യേശു 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 എന്ന് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം പറയുന്നുണ്ട്, പക്ഷെ പണത്തിന്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. ചെന്നായിക്ക് വേണ്ടിയത് മുഴുവൻ ഓഫറിങ്ങാ, ഇങ്ങോട്ട് തന്നാട്ട്, ഇങ്ങോട്ട് തന്നാട്ട്, ഇങ്ങോട്ട് തന്നാട്ട്. ഇനി ആരേലും കൊടുക്കാതിരുന്നാൽ എന്തോ പറയും? നീ ശപിക്കപ്പെട്ടവരെന്ന് വരേലും പറയും. കണ്ടോ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത്? സാമ്പത്തികം സ്നേഹത്തിൽ അവലോര് മനസ്സിൽ ഇച്ഛിക്കുന്നത് പോലെ കൊടുക്കേണ്ടതാണ്. എന്നാൽ കൊടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കേഴ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോ, നിന്റെ പ്രോസ്പെരിറ്റിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോ എത്രമാത്രം നമ്മൾ പാളം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു മാർഗമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇത് യേശുവിനെ അനുഗമിക്കുന്നവർ ആടിന്റെ വേഷം ധരിച്ചിട്ട് ഉള്ളിലും ആടിന്റെ സ്വഭാവത്തോടെ ശുദ്ധമായി ജീവിച്ച്, ശുദ്ധമായി വേല തികച്ച്,
പ്രത്യാശയിലേക്ക് ആൾക്കാരെ തിരിക്കുന്ന മഹനീയ ശുശ്രൂഷ സുവിശേഷ വേല. പൗലോസിനെ ഭയപ്പെടുത്തിയത് എന്റെ വിശ്വാസികൾ മറിഞ്ഞുപോയി. എന്തിലേക്ക് മറിഞ്ഞുപോയി? പ്രത്യാശ വിട്ട് അവർ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളിലേക്ക് അവർ മാറിപ്പോയി. അവർ യേശുവിനെ വിട്ടില്ല. യേശുവിൻ്റെ കൂടെ അവർക്ക് വേറെ പലതും പ്രധാനമായി തോന്നി. യേശുവിനെ മാത്രം വിശ്വസിച്ച്, യേശുവിന് വേണ്ടി മാത്രം ജീവിച്ച്, ക്രൂശിൽ മാത്രം പുകഴുന്ന അവസ്ഥയിൽ നിന്നും പൗലോസ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് പുകഴുവാൻ ആ ക്രൂശ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗലാത്യയിലുള്ളവർ മറിഞ്ഞുപോയി. അവരിപ്പോ പുകഴുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവർ പുകഴുന്നത് അവരുടെ വാഹനത്തിൽ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ കേൾക്കണം, ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് പുകഴുവാൻ ക്രൂശിതനായ യേശുവിൻ്റെ അനുഭവം മാത്രമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാ. പക്ഷേ രക്ഷിക്കപ്പെട്ട നമുക്ക്, പെടുന്ന നമുക്ക് അത് ദൈവശക്തിയായെന്ന് തിരിച്ചറിയുന്നവർ ഈ പന്തലിനകത്തുണ്ടോ? ആത്മശക്തിയെ കേവല വൈകാരിക അനുഭവങ്ങളായി ചിത്രീകരിക്കുന്നവരുടെ നടുവിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു, ഹോളി സ്പിരിറ്റ് എന്നിൽ വന്നതോടെ എൻ്റെ പണക്കൊതി മാറി, എൻ്റെ മനോഭാവം മാറി, എനിക്ക് യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപനാകാൻ സാധിക്കുന്നു. അതാ യഥാർത്ഥ ഹോളി സ്പിരിറ്റ്. പൗലോസിനെ ഭയപ്പെടുത്തിയത് ആത്മീക ഒരു കാര്യമാണ്. വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. 2-ാമത്തെ ഭയം 3-ാമത്തെ അധ്യായത്തിലുണ്ട്. 3-ാം വാക്യം വേഗത്തിൽ തീർക്കാം, നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നു. എന്തുകൊണ്ടാണ് ഭയന്നത്? മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. 3:3 ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. എന്തുകൊണ്ടാണ് താൻ പറഞ്ഞത് എൻ്റെ അധ്വാനം വെറുതെ ആയിപ്പോയി എന്ന് തോന്നുന്നത്? വേറെ ഒന്നുകൊണ്ടുമല്ല, ആത്മാവിനാൽ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രകാശിച്ച് പ്രവർത്തിച്ച് നിത്യജീവനിൽ പ്രത്യാശയിലും പുകഴ്ചയോടെ ജീവിച്ചവർ പതുക്കെ ജഡമെന്ന് പറഞ്ഞാൽ ഇതേ കാര്യം തന്നെയാ കൊരിന്ത് ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3 പറയുന്നത്. നിങ്ങളോട് എനിക്ക് ആത്മീകരോടെ എന്ന പോലെയല്ല, മറിച്ച് ജഡീകരോടെ ക്രിസ്തുവേശുവിൽ ശിശുക്കളായിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പ്രവൃത്തിയും അനുഭവിച്ചിട്ടേയില്ല. പുള്ളിക്ക് ഈ ഒരു തലമണ്ട റീസൺ ഈ ലോകത്തിൻ്റെ ബുദ്ധിയുമായിട്ട് ജീവിക്കുക. ആരാ ജഡീകൻ? ജഡീകൻ എന്ന് പറഞ്ഞാൽ പ്രാകൃതനെ പോലല്ല, അവൻ ആത്മാവിനെ അനുഭവിച്ചവനാണ്. അവൻ ആത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചവനാണ്. ആത്മാവിൻ്റെ പ്രവൃത്തി അവനിൽ തുടങ്ങി. പക്ഷേ ആള് ആത്മാവിനെ അനുസരിക്കാതെ ഉള്ളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിച്ച് സ്വന്തം മനോവികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഹോളിൻ്റെ സൈസ് കുറഞ്ഞപ്പോഴോ, നമ്മുടെ ആരുടെയെങ്കിലും വീട് ഭൂമി ഉലുക്കത്ത് വീണപ്പോഴോ അല്ല പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. ഇതെല്ലാം നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അതിനകത്തെല്ലാം ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. വീടിൻ്റെ കാര്യത്തിൽ അത്യാവശ്യമായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തീർച്ചയായും ഭവനം തരുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് മുഖം തിരിക്കുന്ന ഒരു യേശുവല്ല ഇത്. നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ളത് നൽകിത്തരുമെന്ന് അനുഭവിക്കുകയും രുചിച്ചറിയുകയും ചെയ്യുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ. എന്നാൽ ആത്മാവ് എപ്പോഴാ ദുഃഖിക്കുന്നതെന്ന് അറിയാമോ? എഫേസ്യ ലേഖനം 4 എഴുതിയിട്ടുണ്ട്. നമ്മുടെ അകത്ത് കോപം വെച്ചോണ്ടിരിക്കുമ്പോൾ, നമ്മുടെ നാവുകൾക്ക് നിയന്ത്രണമില്ലാതിരിക്കുമ്പോൾ, അന്യഭാഷ പറയുന്ന അതേ നാവ് കൊണ്ട് നിയന്ത്രിക്കാനൊക്കാതെ കോപവും ശാപവാക്കുകളും വിളിച്ചു പറയുമ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നു അകത്തിരുന്ന്. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, എന്നുള്ളിൽ എന്നും അധിവസിക്കുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കണമേ. എന്നിട്ട് പാട്ടുകാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ അയ്യോ. 30 വർഷം മുമ്പ് ആത്മാവിൻ്റെ ആ ചിറകടി ഞാൻ കേട്ടിട്ടും
ആത്മാവിന്റെ ചിറകടി എന്റെ ചുറ്റിനും കേട്ടു. എന്നെ തൊടുന്നത് ഞാൻ അനുഭവിച്ചിട്ടും ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ. ജീവിപ്പിക്കും കർത്തനെ, അങ്ങ് വന്ന് എന്നെ ഒന്നുകൂടൊന്ന് ജീവിപ്പിക്കണമേ. ജഡത്തെ മരിപ്പിച്ച് ജീവിപ്പാൻ, ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ ഉന്നതമായ ചിന്തകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? മറ്റൊരു സുവിശേഷം എന്നുള്ളത് പൗലോസിനെ ഭയപ്പെടുത്തി ദുഃഖിപ്പിച്ചു. അതുപോലെ തന്നെ ഭയപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒന്നാ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവർ ആത്മീകരായിരുന്നു. അവർ ആത്മാവായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പൊ ജഡമനുസരിച്ച് നടക്കുന്നു. ഈ ജഡീകരെയും ആത്മീകരെയും തിരിച്ചറിയുന്നത് സഭാഹോളി വരുമ്പോൾ മാത്രമല്ല. എവിടാന്നറിയാമോ ഏറ്റവും ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നത്? കുടുംബം. അതുകൊണ്ടാണ് ലേഖനങ്ങളിലെല്ലാം, കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എല്ലാം ആത്മനിറവിന്റെ കാര്യം പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് ഭാര്യമാരെ. എഫേസ്യ ലേഖനം 5:18 ആത്മാവ് നിറയണം, 20-ാം വാക്യത്തിൽ കീഴ്പ്പെടണം. അപ്പൊ ഈ ആത്മനിറവ് ഏറ്റവും കൂടുതൽ എവിഡന്റായി കാണേണ്ടത് എവിടാ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അന്യഭാഷയിലാണ്. അത് നല്ലതാണ്. അന്യഭാഷ പ്രത്യക്ഷ അടയാളമാണ് ആത്മനിറവിന്റെ. എന്നാൽ അന്യഭാഷയുണ്ട്, പക്ഷെ ഞാൻ കീഴ്പ്പെടത്തില്ല. ആ അന്യഭാഷ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഭർത്താവിന് അന്യഭാഷ കയറുന്നു, പ്രസംഗിക്കുന്നു, പക്ഷെ ഭാര്യയെ സ്നേഹിക്കത്തില്ല. ആ കൃപയെ ചോദ്യം ചെയ്യേണ്ടതാണ്. ആത്മനിറവ് ഏറ്റവും കൂടുതൽ കാണേണ്ടത് കുടുംബത്തിലാണ്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നാ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇത് വല്ലം നടക്കുന്ന കാര്യമാണോ? ഇത് വല്ലം പ്രായോഗിക കാര്യമാണോ? ദൈവവചനം പറയുന്നു മാനുഷികമായി ഒക്കത്തില്ല, പക്ഷെ ആത്മാവിന്റെ ശക്തിയോടെ സ്നേഹിക്കാൻ ഒക്കാത്തതിനെയും സ്നേഹിക്കാം, ശത്രുവിനെയും സ്നേഹിക്കാം. അതെങ്ങനെ? നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ പാടുന്ന എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. നമ്മൾ ശത്രുവായിട്ട് മുമ്പിൽ കാണുന്ന അയൽവക്കക്കാരന് ഇങ്ങോട്ട് മീൻവെള്ളം ഒഴിച്ചു, അത് ഇത് എല്ലാം പ്രശ്നം. ഈ ബൈബിൾ പറയുന്നത് ആത്മനിറവ് വന്നിരിക്കുന്നത് ശത്രുവിനെ എല്ലാം കൂടെ താഴെയിട്ട് കൊല്ലാനല്ല. എന്നെ എതിർക്കുന്ന ശത്രുവിനെ യേശു ക്രൂശിൽ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞ ശക്തി, ക്ഷമിച്ചു കൊടുക്കാനുള്ള ശക്തി, കണ്ടില്ല എന്ന് നടിക്കാനുള്ള ശക്തി, എന്നെ ഉപദ്രവിക്കുന്നവരെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ശക്തി. നമ്മളെ വ്യത്യസ്തരാക്കേണ്ടത് സുവിശേഷത്തിന്റെ ആ പ്രത്യാശയും ജീവിതത്തിന്റെ ഡിഫറൻസ് ആണ്. എങ്ങനെ കുഞ്ഞുങ്ങൾ ആത്മീയരാണോ എന്നറിയുന്നത്? സൺഡേ സ്കൂളിൽ A+ വാങ്ങിക്കുമ്പോഴല്ല. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവരെ അനുസരിക്കണം. മാതാപിതാക്കൾ ആത്മീയരാണോ എന്ന് എങ്ങനെ അറിയാം? കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരെ കോപിപ്പിക്കരുത്. അത് ക്ലാസ് എടുക്കേണ്ടതാ. പിന്നീട് കർത്തദാസന്മാര് നമ്മളെ പഠിപ്പിക്കും. പിന്നീട് ചർച്ചകളിൽ ചെല്ലുമ്പോൾ ഇതെന്തോ അതിൻ്റെ അർത്ഥം? മാതാപിതാക്കളോട് പറയുക കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ ആ സംസ്കാരത്തിൽ മാതാപിതാക്കൾ എന്തും ഏതും ഈ കുഞ്ഞുങ്ങളെ ചെയ്യും. ഈവൻ റോമ പൗരന്മാര് കൊല്ലാൻ വരെയുള്ള അവകാശം അവർക്കുണ്ട്. അവർ ചിന്തിക്കുന്നത് ഈ കുഞ്ഞ് ഞാൻ ജനിപ്പിച്ചു, എൻ്റെ ഇഷ്ടത്തിന് വളർത്തണം. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. കുഞ്ഞുങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദാനങ്ങളാണ്. ഇതിൻ്റെ ഉടമസ്ഥ അവകാശം മേളിലാണ്. നമ്മളെ വളർത്താൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. അവരെ ആത്മീക പക്വതയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഈ കുഞ്ഞുങ്ങളുടെ മേളിൽ. പപ്പായുടെ ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു 20 സെന്റ് ഭൂമി എനിക്കൊത്തില്ല, നിന്നെ പഠിപ്പിച്ച് പപ്പ ഈ പരുവമായി, നീ പഠിച്ചിട്ട് ഇനി ഇതല്ല എനിക്ക് തിരിച്ചു തരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, മോനെ പപ്പായിക്ക് ഒന്നും നിനക്ക് തരാൻ ഒത്തില്ലെങ്കിലും സാരമില്ല, മോൻ കർത്താവിൻ്റെ വേല ചെയ്യണം. ഇങ്ങനെ പറയുന്ന പിതാക്കന്മാരും അമ്മമാര് ഇപ്പം ഒരു കാര്യമുണ്ട്. ഏത് ലോകത്തിൻ്റെ രീതിയിൽ നടന്നിട്ടും മറ്റെല്ലാവരും പറയുന്നുണ്ട്, അയ്യോ മോൻ്റെ പോക്ക് ശരിയല്ല കേട്ടോ, മോൻ്റെ പോക്ക് ശരിയല്ല കേട്ടോ.
1300 രൂപയുടെ ഒരു പട്ടുസാരി വാങ്ങിച്ച് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി, ഈ അഭിപ്രായം എല്ലാം മാറും. മോൻ ഇങ്ങനെ ഒരു കവറും പിടിച്ചോണ്ട് വരും, മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്നാ. അവിടെ ഇന്നുകൊണ്ട് കരഞ്ഞ്, എൻ്റെ കുഞ്ഞെന്തായാലും എന്നെക്കുറിച്ച് ആലോചിച്ചല്ലോ. നല്ലതാ, ആലോചന നല്ലതാ, ഈ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാ. പക്ഷേ ഈ സാരി തെറ്റുകളെയെല്ലാം ശരിയാക്കത്തില്ല. നമുക്ക് കിട്ടിയ സാരി കുഞ്ഞ് ചെയ്യുന്ന തെറ്റുകളെയെല്ലാം ശരിയാക്കത്തില്ല ഒറ്റ നിമിഷം കൊണ്ട്. പിന്നെ ആരെങ്കിലും കുഞ്ഞിനെ കറക്റ്റ് ചെയ്യാൻ വന്നാൽ എൻ്റെ കുഞ്ഞോ എൻ്റെ കുഞ്ഞിനെ കുറിച്ചോ ഇങ്ങനെ സഭയിൽ നിന്ന് തന്നെ പോകുന്നവരില്ലേ? കുഞ്ഞുങ്ങളെ തിരുത്താൻ പോലും ഒക്കാത്തൊരു കാലഘട്ടമാണിത്. കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്, എൻ്റെ കുഞ്ഞിനെ തിരുത്താനായി ഒരു ദൈവമനുഷ്യൻ തയ്യാറായല്ലോ. അവൻ നന്നാകാൻ വേണ്ടിയല്ലേ അവനോട് പറഞ്ഞത്? അവൻ നിത്യതയിൽ ചെല്ലാൻ വേണ്ടിയല്ലേ പാസ്റ്ററപ്പച്ചൻ അവനോട് പറഞ്ഞത് അടങ്ങിയിരിക്കാൻ? ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന, ഇതല്ല ആത്മാവിൻ്റെ സ്വഭാവത്തിൽ കാണേണ്ടത്. ആത്മാവിൻ്റെ സ്വഭാവത്തിൽ അവർ ആത്മീകരായി കാണാൻ വേണ്ടി ഉള്ളൊരാഗ്രഹം. മൂന്നാമത് അവസാനമായി എന്തുവാ പൗലോസിനെ ഭയപ്പെടുത്തിയത്? മറ്റൊരു സുവിശേഷം, ജഡത്തിന്റെ പ്രവൃത്തി 4:9. 9 കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളുടെ എനർജി എല്ലാം പോയി അല്ലേ? 12:50 ഇനി ഉച്ച കഴിഞ്ഞുകൊണ്ട് വൈകിട്ടുകൊണ്ട് ഇതെല്ലാം കൂടായി. നിങ്ങൾ ഇത്രയും ക്ഷമയോടെ ആകാംക്ഷയോടെ ആവേശത്തോടെ ഇവിടെ ഇരുന്ന് കേട്ടതിൽ ഞാൻ വളരെ ഞാൻ ഓർത്ത് നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന്. ഇത്ര ഈ ചൂടത്തെ 11 മണി മുതൽ ഇപ്പം 12:50. നിങ്ങൾ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കേട്ടല്ലോ. സ്തോത്രം. ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. ഞാൻ എന്നെക്കുറിച്ച് പറയാനല്ല ഇവിടെ നിന്നത്, എന്നെ ഉയർത്താനല്ല നിന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ ഈ വചനത്തിന് നിലനിൽക്കുന്ന മാറ്റം നമ്മുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പകലിൽ ചെയ്യാനുണ്ട്. അത് ചെയ്തു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവരെല്ലാം കൈകളെ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം ഒരു നിമിഷം കൊടുക്കണം. ഈ ആത്മനിറവിന്റെ ജീവിതം എനിക്ക് തരണമേ കർത്താവേ. നിത്യത ജീവന്റെ കാഴ്ചപ്പാടിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ കർത്താവേ. സുവിശേഷത്തിന്റെ പ്രത്യാശയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ആത്മീകരായി കാണാൻ എനിക്ക് അതിനൊരു ദുഃഖവും ഭയവും നൽകണമേ. അവസാനത്തെ കാര്യം 4:9 കേട്ടോ. 4:9. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. എന്തോ ആ വാക്ക്? തിരിഞ്ഞ്. 1:6 അവരെന്തോ ചെയ്തു? 1:6 മറിഞ്ഞു. 3:3 ജഡത്തിൽ സമാപിച്ചു. 4:9 മറിഞ്ഞവരെന്തോ ചെയ്യുന്നു? തിരിഞ്ഞു. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നവർ നേരെ തിരിഞ്ഞു. 1:6 ഇങ്ങനെ വെന്തോണ്ടിരുന്നത് മറിച്ചിട്ടു. പ്രത്യാശ കണ്ടവരെ നേരെ മറിച്ചു. ആത്മാവിൽ ഓടിത്തുടങ്ങിയവർ ഇപ്പൊ ട്രാക്ക് മാറി ജഡത്തിലൂടെ ഓടി സമാപിക്കാൻ നോക്കുന്നു. ഇവിടെ തിരിഞ്ഞു. പ്രത്യാശയും യേശുവിനെയും കണ്ടു നടന്നവർ ഇപ്പൊ നേരെ തിരിഞ്ഞ് എങ്ങോട്ട് പോയിരിക്കുന്നു? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് മനസ്സിലാക്കണമേ കേട്ടോ. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഗലാത്യ ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും വരുന്നത് ജാതീയ പശ്ചാത്തലത്തിൽ നിന്നാണ്. 4-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് കീഴ്പ്പെട്ടിരുന്ന അവസ്ഥ. ഹെർമസും സിയൂസും എന്നൊക്കെ പറഞ്ഞ യവനായ ദൈവങ്ങളുടെ മുമ്പിൽ അവര് കുമ്പിട്ട് ജീവിച്ചവരാണ്, ആരാധിച്ചവരാണ്. ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്. സത്യ ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞു മാനസാന്തരത്തിലൂടെ. യേശുവിനെ മാത്രം നോക്കി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ അവർ തിരിയുകയാണ്. എങ്ങോട്ട് തിരിയുന്നു? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കാൻ എങ്ങും പോകണ്ട. 10-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. എന്തുവാ ഈ ദരിദ്രവും ബലഹീനവുമായ ആദ്യ പാഠങ്ങൾ? 10-ാം വാക്യത്തിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കും. പലരും ചിന്തിക്കുന്ന ഇത് ബർത്ത്ഡേ കുറിച്ചാണെന്ന്. ആരെങ്കിലും ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ച ഗലാത്യലേഖനം 4 പറഞ്ഞിട്ടില്ലേ ആണ്ടുകളും കാലങ്ങളും ഒന്നും നോക്കരുതെന്ന്? ഇത് ബർത്ത്ഡേ കാര്യമല്ല. ഇതെന്തിന്റെ കാര്യമാ? യഹൂദന്മാരുടെ കലണ്ടർ ഉണ്ടായിരുന്നു. കലണ്ടർ. ആ കലണ്ടറിൽ ശബത്തിനെ കുറിച്ചുണ്ട്, പെരുന്നാളുകളുടെ കലണ്ടർ. ഇപ്പൊ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിൽ കലണ്ടർ വല്ലതും ഉണ്ടോ? ഒരു കലണ്ടറും ഇല്ല. പൗലോസ് പറഞ്ഞ സുവിശേഷത്തിൽ യേശു ഉണ്ട്, വേറെ ഒന്നുമില്ല.
യേശു വിശ്വസിക്കണം, കൃപയുടെ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം ആത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവി ജീവിക്കണം. അവിടെ പെരുന്നാളിന്റെ കാര്യമില്ല, അവിടെ വേറെ ഒരു ചട്ടങ്ങൾ, മാനുഷിക ചട്ടങ്ങളില്ല. പക്ഷെ ഇവരിങ്ങനെ നടന്നു വരിക. അവർക്ക് യേശു മാത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് വിശുദ്ധിയുണ്ട്. അപ്പൊ കുറച്ചുപേര് കയറി പറഞ്ഞു, ഇങ്ങനൊന്നും സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല, സ്വർഗത്തിൽ പോകാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, പരിച്ഛേദന ഇല്ലാതെ എങ്ങനെയാ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത്? അത് പിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമമല്ലേ പരിച്ഛേദന. ഇവരെല്ലാം ആശയക്കുഴപ്പത്തിലായി. ഇവരോട് പൗലോസ് എന്തോ പറഞ്ഞു, സ്വർഗത്തിൽ പോണേ എന്തോ മതി? യേശു മതി. സ്വർഗത്തിൽ പോണേ വിശ്വാസം മതി. സ്വർഗത്തിൽ പോണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇവിടെ ഇവരെ വന്ന് കലക്കിക്കളഞ്ഞു. യേശു വേണം, പക്ഷേ നമ്മുടെ പരിചയങ്ങളും വേണം. പരിച്ഛേദന വേണം, ആണ്ടുകളും കാലങ്ങളും ഒക്കെ അനുസരിക്കണം. വെള്ളിയാഴ്ചയാണെങ്കിൽ ഇത് ചെയ്യണം, ഞായറാഴ്ചയാണെങ്കിൽ ഇത് ചെയ്യണം. ചട്ടങ്ങൾ കൊണ്ടുവന്നു. ചട്ടങ്ങൾ എപ്പോഴും മനുഷ്യർക്ക് ആകർഷിതമാണ്. ചട്ടങ്ങളില്ലാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അത് പോരാ. വിശ്വാസം അത് പോരാ, എന്തെങ്കിലും വേണം. എനിക്കൊരു ഭക്തിയുടെ ലക്ഷണമായിട്ട് എന്തെങ്കിലും വേണം. ആൾക്കാർ കൺഫ്യൂസ്ഡായി. ജാതിക പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലേക്ക് വന്നവര് അവര് പരിച്ഛേദനയേക്കാൻ റെഡിയായി ഇപ്പം നിൽക്കുക. ആ സമയത്ത് പൗലോസ് പറയുക, നോക്കണമേ, 5:2 വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പൊ നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ എന്തോ പറഞ്ഞേനെ, പരിച്ഛേദന അവരുടെ ഒരു പരിചയമല്ലേ, ഇരിക്കട്ടെന്നേ. ക്രിസ്തുവിനെ കളഞ്ഞിട്ടില്ലല്ലോ, ക്രിസ്തു ഉണ്ടല്ലോ, അതിന്റെ കൂടി ഇരിക്കട്ടെ. ഇതും പൗലോസ് പറയത്തില്ല. ക്രിസ്തുവിന്റെ നിസ്തുല്യതയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കും കൂടെ ചേർക്കാൻ എന്തോ വെച്ചാലും പൗലോസ് എന്തോ പറയും? ക്രിസ്തു മാത്രം. പരിച്ഛേദന ഏക്കാൻ നിൽക്കുന്നവരോട് പറയുക, ക്രിസ്തു നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാതാവും. എന്നിട്ട് 5:4 ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം തിരിച്ചറിയണം. നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് കിട്ടിയത് നമ്മുടെ വസ്ത്രത്തിന്റെ കളറിലല്ല. നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടിയത് നമ്മളെന്തോ കൂടുതലായി ഇരുന്ന് ഉപവസിച്ചത് കൊണ്ടല്ല. നമുക്ക് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിതമായതും നിത്യതയിൽ പോകാൻ നമ്മൾ റെഡിയായി നിൽക്കുന്നതും നമ്മുടെ എന്തെങ്കിലും പരിചയങ്ങൾ കൊണ്ടല്ല, വിശ്വാസം കൊണ്ട് മാത്രം, കൃപയാൽ മാത്രം. കൃപയാൽ അത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് മനുഷ്യന്റെ കാരണങ്ങളല്ല. എവിടെ ചട്ടങ്ങൾ വിശ്വാസത്തിന്റെ കൂടെ വെക്കുന്നോ, മാനുഷിക കൽപ്പനകൾ വിശ്വാസത്തോടൊപ്പം വെക്കുന്നോ, അവിടെ എന്തോ നടക്കുമെന്നറിയാം? അവിടെ അധികം താമസിക്കാതെ 5:15 5:26 നടക്കും. ഇത് കേൾക്കാൻ സുഖമില്ലാത്തതാ, പക്ഷെ ഇതൂടെ കേട്ടിട്ടേ പോവാവും. 5:15 പറയുക, നിങ്ങൾ അന്യോന്യം കടിക്കുകയും. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നുകൂടെ നോക്കി, മലയാള പരിഭാഷ ഇനി എന്തെങ്കിലും തെറ്റാണോ? ഇതാരാ ഇവര്? വിശ്വാസികളാണ്, ആത്മനിറവുള്ളവർ, നിത്യജീവനെ പ്രാപിക്കാൻ ഇറങ്ങിയവർ. ഇപ്പൊ അന്യോന്യം എന്തോ ചെയ്യുക? മുറുമുറുപ്പ് കേൾക്കാം. ഇങ്ങനെ ഒരാൾ അടുത്തോട്ട് വരുമ്പോ എന്താ കാര്യം? നിന്റെ വെള്ളയുടെ അകത്തൊരു വരയുണ്ട്, എൻ്റെ ഇതൊന്നും അല്ല വെള്ള. വെള്ള പറഞ്ഞു, അവസാനം വെള്ളയെ തന്നെ ഡിസൈൻ വന്നു. വെള്ള സിംപ്ലിസിറ്റിയെ കാണിക്കാൻ എനിക്കും ഇഷ്ടമുള്ളതാണ് വെള്ള. പക്ഷേ ചിലർക്ക് വെള്ളയാണ് എല്ലാം. വെള്ളയിൽ ആരോ ഒരു ചെറിയ വരവര ഇട്ടപ്പം ഇതെന്തുവാ, ഇത് എവിടുന്ന് വന്നു? കണ്ടി ഇത് വരും. എന്തോ വരും? അന്യോന്യം കടിക്കും. പിന്നെന്തോ ചെയ്യും? തിന്നു കളയും. നിന്റെ വിശ്വാസം തെറ്റാ എന്ന് പറയാം. ഒറ്റ വെള്ളയുടെ വെളിച്ചത്തിൽ നീ സ്വർഗത്തിലോട്ടൊന്നും പോത്തില്ല. കാരണം നിന്റെ വെള്ള ഒരു വര വന്നു. അല്ലേ തലമുടിയോ മീശയോ എന്ത് എനിക്കറിയത്തില്ല, എന്തോ ആ ചട്ടങ്ങൾ വെളിയിൽ എന്തോ ആണോ അത് വെച്ച് വിധിക്കാൻ തുടങ്ങും. 5:26 എന്തുവാ? നാം അന്യോന്യം. എല്ലാരും ബൈബിള് മടക്കിയെന്ന് തോന്നുന്നു, ആരും എഴുന്നേക്കല്ലേ. നാം അന്യോന്യം പോരിന് വിളിച്ചു. എന്തിനാ പോരിന് വിളിക്കുന്നത്? വിശ്വാസത്തിന്റെ പേരിലാണോ? അല്ല. കൃപയുടെ പേരിലാണോ? അല്ല. പരിചയങ്ങളുടെ പേരിൽ, ചട്ടങ്ങളുടെ പേരിൽ
ട്രഡീഷൻസ്, ചട്ടങ്ങൾ വിശ്വാസത്തോടൊപ്പം സ്ഥാപിച്ചാൽ എന്തോ നടക്കുമെന്ന് ചോദിച്ചാൽ അവസാനം അന്യോന്യം പോരിന് വിളിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് അസൂയപ്പെട്ട് വൃദ്ധ അഭിമാനികളാകും നമ്മൾ. എന്തോ വൃദ്ധ അഭിമാനികൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓർമ്മയായ നാൾ മുതൽ ഞായറാഴ്ച രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല, നീ ഇന്ന് ഇഡലി കഴിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനുണ്ട്? ഞായറാഴ്ച രാവിലെ കഴിക്കാതിരുന്നാൽ നല്ലത് തന്നെയാ. ആർക്കോ ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടായി, ഡോക്ടർ പറഞ്ഞു വെറും വയറ്റിൽ ഇരിക്കരുത്, കഴിക്കുന്ന നല്ലതാ. എല്ലാം കൂടെ അവന് നേരെ തിരിഞ്ഞു. ഇഡലി കഴിക്കുന്ന കണ്ടു, അവനെ പോരിന് വിളിച്ച് അവനോട് അസൂയപ്പെട്ട് അവനെ ഇല്ലാതാക്കും. കാരണം എന്താ? എന്നെ പോലല്ല നീ, ഞാൻ കഴിച്ചിട്ടില്ല 35 വർഷമായി ഞായറാഴ്ച രാവിലെ, നീ കഴിച്ചു. ഞാൻ വെള്ളയല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല, നീ വേറെ ഒന്നും ഇട്ടു. ചട്ടങ്ങൾ എന്തോ ചെയ്യും? പോരിന് വിളിച്ച് കടിച്ച് തിന്നുകളയും അവസാനം. പിന്നെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഒരാളുടെ ഒന്നുമല്ല, വേറെ ഒന്നുമല്ല, വസ്ത്രമാണ് നോക്കാൻ പോകുന്നത്. എവിടെ വരെ ഉണ്ട്? ഷൂ ഊരിയായിരുന്നോ? ആ ഷൂ, കുഴപ്പമില്ല. ഈ ഒരു ലെവലിൽ വരും. അവിടെ പിന്നെ എന്തോ കാണത്തില്ല, അവിടെ പിന്നെ ആത്മസാന്നിധ്യവും കൃപയും ആത്മാവിൻ്റെ ഐക്യതയും കാണത്തില്ല. നിക്ക് പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപോലെ ആടി ഉല്ലസിക്കാനുള്ളതാ സഭ എന്നല്ല. അങ്ങനെയാ പലരും പഠിപ്പിക്കുന്നത്. ദൈവസഭയിൽ അച്ചടക്കത്തോടും യോഗ്യമായും വസ്ത്രം ധരിക്കാനാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നതെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഉള്ളിലുള്ളതായി വെളിയിലോട്ട് വരുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉള്ളിൽ ജഡമായിരിക്കുന്നതെങ്കിൽ അത് വസ്ത്രത്തിലൂടെ ഒക്കെ വെളി വരും. പക്ഷെങ്കിൽ നമ്മൾ വസ്ത്രത്തിന് 3 മീറ്ററേ ആകാവൂ, 3.5 ആയി പോകരുതെന്ന് പറഞ്ഞാൽ അത് അവസാനം പോരിന് വിളിച്ച് കടിച്ച് തിന്നുകളഞ്ഞ് നഷ്ടമാകും. ചട്ടങ്ങളെക്കാട്ടിൽ മേളിലുള്ളതാ ആത്മാവിന്റെ നടത്തൽ. അങ്ങനാണോ? നിങ്ങൾ ചിലര് അയ്യോ അങ്ങനാണോ പാസ്റ്ററെ? നോക്കിക്കേ, 5-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്തിന്റെ മോഹത്തെ നിവർത്തിപ്പാതിരിക്കാൻ ട്രഡീഷന് കൊണ്ട് കഴിയത്തില്ല. ട്രഡീഷന് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാം. അയ്യോ ഞാൻ ഇടുന്നില്ലെന്ന്, എനിക്ക് പേടിയാ, എല്ലാവരും എന്നെ കുറിച്ച് എന്തോ പറയും, പേടിപ്പിക്കാം. പക്ഷെ ആത്മാവിന് രൂപാന്തരം വരുത്താം. പേടിച്ചാ പലരും ജീവിക്കുന്നത്. ഉള്ളിലൊന്നും നടന്നിട്ടില്ല, എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വസ്ത്രധാരണം ചൊവ്വാഴ്ച പഠിക്കുന്നിടത്ത് നോക്കിയാൽ മതി, നമ്മൾ അമ്പരക്കും. എൻ്റെ കർത്താവേ, ആ വെള്ളയിട്ട് നിന്ന കൊച്ചാണോ ഇത്? അതെ, ഉള്ളിലൊന്നും നടന്നിട്ടില്ല, ഞായറാഴ്ച കാണിക്കാൻ വേണ്ടി വന്നിരുത്താ. പല മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നതും ഇതാ, മോളെ ഇതൊക്കെ എടുക്കുന്നത് കൊള്ളാം, ഞായറാഴ്ച നീ ഇത് ഇട്ടുപോയേക്കല്ലേ. ഞായറാഴ്ച ഇട്ടുപോയാൽ ഞങ്ങളെ പാസ്റ്റർമാർ വെച്ചേക്കത്തില്ല, അതാ പ്രശ്നം. അത് പേടിച്ചാണ് ഇത് ഇടാത്തത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആത്മാവാം വഴികാട്ടിയെ. ഞായറാഴ്ച മാത്രം നമ്മൾ ഒരുങ്ങുന്ന ഒരു പരിപാടിയല്ല ഇത്. ദൈവ പൈതലിനെ എവിടെ വെച്ചും ലോകത്തിന് തിരിച്ചറിയാനൊക്കണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ശരിയേതാ തെറ്റേതാ എന്ന് പഠിപ്പിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പാസ്റ്റർക്ക് കഴിയത്തില്ല. എൻ്റെ കൂടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വരും. എന്ത് കാണാം, എന്ത് കാണരുത്, എന്ത് ധരിക്കാം, എന്ത് ധരിക്കരുത്, ഇതെല്ലാം ആത്മാവാം വഴികാട്ടി എന്നെ പഠിപ്പിക്കും. ആ പാട്ട് ഓർമ്മയുണ്ടോ? ആത്മാവാം വഴികാട്ടി എന്നെ, എന്താ അടുത്ത വാക്ക്? സദാ നടത്തും, കൊണ്ടുപോകും. എല്ലാ ദിവസവും നയിച്ചുകൊണ്ട് കൊണ്ടുപോകും. എവിടെ വരെ? ആ ദിവസം വരെ എന്നെ കൊണ്ടുപോകും. അവിടെ പിന്നെ പോരിന് സ്ഥാനമില്ല, അവിടെ കമ്പാരിസൺ ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല. അന്യോന്യം പോരിന് വിളിക്കാനോ ഞാനാ നിന്നെക്കാട്ടി വിശുദ്ധൻ എന്ന് കാണിക്കാനോ അവിടെ നിൽക്കത്തില്ല. അവിടെ ഒറ്റ സാക്ഷ്യം മാത്രം കേൾക്കാം, ആത്മാവിലെ ഒരു ഐക്യത. എഫേസ്യ ലേഖനം 4 പറയുന്നത് പോലെ നമ്മൾ ഏക വിശ്വാസത്തിലാണെങ്കിൽ, ഏക ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ, ഏക പ്രത്യാശയാണ് നമുക്കുള്ളതെങ്കിൽ, ആ ആത്മാവ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ആത്മാവാ, നമ്മളെ കോമ്പറ്റീഷനിലേക്ക് നയിക്കുന്ന ആത്മാവല്ല.
ഗലാത്യ സഭയ്ക്ക് എന്തോ പറ്റി? മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. ജഡത്തിൽ സമീപിക്കാൻ നിൽക്കുന്നു. അവർ ആ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു. എന്തിൽ നിന്ന് മാറി? ആത്മാവിൽ നിന്ന് മാറി. കുറച്ച് ചട്ടങ്ങൾ, 3 കാര്യങ്ങൾ. ഈ 3 കാര്യം ചെയ്യരുത്, ഇത് ചെയ്താ നീ പോയി. ഈ 3 കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല ആത്മാവിന്റെ വഴി നടത്തൽ. എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി എൻ്റെ വെളിയിലത്തെ മനുഷ്യനെയും അകത്തെ മനുഷ്യനെയും ഒരുപോലെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ട് മത്തായി 5:20 യേശു പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോ, ശാസ്ത്രിയുടെയും പരീശന്റെയും നീതി വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു, കൊടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു, പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. യേശു പറയുന്നു, നിന്റെ പ്രവൃത്തിയെ ലോകം കണ്ട് നിന്നെ വിധിക്കുമ്പോ ഞാൻ നിന്നെ വിധിക്കുന്നത് നിന്റെ പ്രവൃത്തി കണ്ടല്ല, നിന്റെ ഹൃദയത്തിന്റെ മനോഭാവം തന്നെ കണ്ട് നിന്നെ വിധിക്കുന്ന സ്വർഗത്തിന്റെ ന്യായാധിപതി. വെളി നോക്കിയപ്പം കൊന്നില്ല, സ്വർഗം നോക്കുന്നത് കൊന്നോ ഇല്ലയോ എന്നല്ല, നിന്റെ ഉള്ളിൽ കോപമുണ്ടോ? വെളിയിലുള്ളവൻ നോക്കിയപ്പോ വ്യഭിചാരം ചെയ്തില്ല, സ്വർഗം നോക്കിയത് നിന്റെ ഉള്ളിൽ മോഹമുണ്ടോ? മോഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൽപ്പനകൾക്കും കഴിയാതിരിക്കെ ഈ ആങ്കറിനെ, ഈ മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തെ നിയന്ത്രിക്കാൻ ചട്ടങ്ങൾക്ക് കഴിയത്തില്ല. വൈരാഗ്യത്തെയും കോപത്തെയും നിയന്ത്രിപ്പാൻ, മോഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തിയെ ഇന്ന് പകൽ പരിചയപ്പെടണം ഈ പന്തലിരിക്കുന്ന എല്ലാവരും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് 3 കൽപ്പനകളിൽ ഒതുങ്ങുന്നതല്ല. ഇത് ആത്മാവിനെ അനുസരിച്ച് സ്വർഗത്തിന്റെ നീതിയോടെ ജീവിക്കുന്നതാണ്. സത്യസുവിശേഷത്തിലേക്ക് മടങ്ങി വന്ന് ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയാതെ യേശുവിനെയും ആത്മാവിനെയും നോക്കി നടന്ന്, ജഡത്തിൽ സമീപിക്കാതെ ആത്മാവിൽ തന്നെ തുടങ്ങി ആത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുന്നതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിലേക്ക് സമൂഹമായി ഇന്നത്തെ ഈ ദിവസം പകലിൽ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കർത്താവെ, എന്നെ ഈ പുസ്തകപ്രകാരമുള്ള ഒരു ആത്മീകനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഈ പന്തലിൽ? ആ കരം ഒന്ന് കാണിക്കാമോ? ഈ കേട്ടത് 2 മണിക്കൂർ കേട്ടതിന്റെ വെളിച്ചത്തിൽ മാനസാന്തരപ്പെടേണ്ട മേഖലകൾ മാനസാന്തരപ്പെട്ട്, വിശുദ്ധിയിലേക്ക് വളരേണ്ട മേഖലകളിൽ വിശുദ്ധിയിലേക്ക് വളർന്ന്, സ്നേഹം എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ, പ്രത്യാശ എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ, നിത്യതയുടെ കാഴ്ചപ്പാട് എന്നിൽ വർദ്ധിപ്പിക്കണമേ. മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകാതെ, ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയാതെ, സ്വർഗത്തെ നോക്കി നിത്യജീവനെ ലക്ഷ്യമാക്കി യേശുവിനെ കൈവശമാക്കി വിശുദ്ധിയെ തികച്ചുകൊണ്ടോടുവാൻ, കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുവാൻ പ്രത്യാശയുള്ള എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രത്യാശയോടെ ഈ ഗാനത്തിന്റെ വരികൾ നമുക്ക് പാടാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുന്നു എന്നുള്ള ആ സുവിശേഷത്തിന്റെ പ്രത്യാശ ഉണർത്തുന്ന ഈ പ്രത്യാശ ഗാനം കരങ്ങളെല്ലാം അടിച്ച് ചൈതന്യത്തോടെ ആത്മാവിന്റെ നിറവിൽ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.